പുണ്യമുള്ളതായി. നമ്മുടെ നല്ല നീയത്താണ് നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ നീയത്തിനെ നന്നാക്കുക. പടച്ചോനായിട്ടുള്ള ബന്ധം നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം كن عالما او متعلما او مستمعا او محبا فلا تكن خامسا. നീ ആലിമാവണം, മുതഅല്ലിമാവണം, നീ മുസ്തമിആവണം, ശ്രദ്ധിച്ച് കേൾക്കുന്നവനാവണം, ഔ മുഹിബ്ബൻ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവനാവണം, ഫലാ തകുൻ ഖാമിസ അഞ്ചാമത്തെ വിഭാഗമാകരുത് എന്ന് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇഷ്ടമാണ്. ഇൽമിനോട്, ഇൽമിന്റെ സ്ഥാപനത്തിനോടൊത്തുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളുടെ യുദ്ധമോ അല്ലെങ്കിൽ നമ്മുടെ വരവോ ഒരിക്കലും പാഴാവില്ല. എത്രയോ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ദിവസങ്ങൾ എങ്ങനെയൊക്കെ പോലും നമുക്ക് അറിയുന്നില്ല. ഇതെന്തായാലും നാളെ മഹ്ശറയിൽ സന്തോഷിക്കാനുള്ളവരാണ്. അല്ലാഹു ആ നിലയിലുള്ള സദസ്സായി ഇതിനകത്ത് മാറും. ഖുർആൻ ഷരീഫിന്റെ പൂർത്തീകരണം അത് ഏറ്റവും വലുതാണ്. ഖുർആനാണ് നമ്മുടെ ഇമാം. നമുക്ക് വഴി കാണിക്കാനായി അള്ളാഹു നൽകിയതാണ് ഖുർആൻ. കാലങ്ങളിലായി നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും മനുഷ്യർക്ക് സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഓരോ നബിമാരും അവർക്ക് നിശ്ചയിക്കപ്പെട്ട കാലയളവ് പൂർത്തിയാക്കി അള്ളാഹുവിലേക്ക് യാത്രയാവും. അടുത്ത നബി വരും, ആ നബി പൂർത്തിയാക്കും, ആ നബി കൊണ്ടുപോകും. ഇങ്ങനെ അവസാനമായി വന്ന നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും ഒരു 23 കൊല്ലമാണ് നുബുവത്തോടു കൂടി ഇവിടെ ഉണ്ടായി. തങ്ങൾ യാത്രയായി. ഇനി ഖിയാമത്ത് നാൾ വരെ നബി വരൂല. പക്ഷെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യൻ അള്ളാഹുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം, അള്ളാഹുവിന്റെ തൃപ്തി എങ്ങനെ സമ്പാദിക്കാൻ പറ്റും എന്ന് നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുകയും അത് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് നിലനിർത്തി കൊടുക്കുകയും അതിന്റെ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടി അള്ളാഹു ചെയ്ത വലിയൊരു സംവിധാനമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഗ്രന്ഥത്തിന് അള്ളാഹു സൂക്ഷിക്കും. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് നമ്മളാണ്. ഇതിനെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പണിയാണ്. അള്ളാഹു തആല ഇതിനെ സൂക്ഷിക്കും. ഇത് നിലനിൽക്കണം. ഇതാണ് മനുഷ്യർക്ക് സത്യവും അസത്യമൊക്കെ വേർതിരിച്ചു കൊടുക്കുന്നത്. ഇത് മനുഷ്യർക്ക് ഇമാമാണ്, വഴി കാണിച്ചു കൊടുക്കും. ഖുർആനിനെ പിന്തുടർന്ന് പോകുന്നവർ അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആൻ വഴി കാണിച്ചു കൊടുക്കും. നമുക്കുള്ള മാർഗരേഖയാണ് ഖുർആൻ. അതിനെ മനഃപ്പാടമാക്കുക, അതിനെ സൂക്ഷിക്കുന്ന ഒരു രൂപം ഇതാണ്. ഖുർആന്റെ പ്രതികൾ, മുസാഫിന്റെ കോപ്പികൾ അത് ചിലപ്പോൾ തീരിട്ട് കത്തിച്ചേർന്നേക്കാം, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. അല്ലാഹു തആല വലിയൊരു സംവിധാനം ചെയ്തത് ഖുർആനെ അവൻ ഇഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തു. ഈ കുട്ടികൾ, ഇവരുടെ മാതാപിതാക്കൾ, ഹാഫിലീങ്ങളുടെ മാതാപിതാക്കൾ, ഹാഫിലീങ്ങൾ അവരെത്ര ഭാഗ്യവാന്മാരാണ്. അവരെത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഒറ്റ ആലോചിക്കും ഈ മക്കളെ നോക്കി. ഇവർ ഭൂമിയിൽ ജനിച്ചു വന്നപ്പോൾ അല്ലാഹു തആല അപ്പം തീരുമാനിച്ചതാണ്, ഇവരെ എനിക്ക് ആവശ്യം, ഈ ഹൃദയം എനിക്ക് ആവശ്യം. എന്റെ കലാമിനെ സൂക്ഷിക്കാൻ വേണ്ടി, എന്റെ കലാമിനെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ഹൃദയം എനിക്ക് ആവശ്യം. അങ്ങനെ സെലക്ട് ചെയ്ത ഹൃദയങ്ങളാണ്. അവരുമ്മ, അവരെ വാപ്പ, അവരെത്ര ഭാഗ്യവന്മാർ. ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരെ. 8-9 മാസം ഗർഭം ചുമന്ന് പിന്നെ പ്രസവിച്ചു, പാലൂട്ടി കൊണ്ടു നടന്ന അവരുമ്മ, ആ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്. അള്ളാഹു സെലക്ട് ചെയ്ത് അവന്റെ കലാം സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത് ആ ഹൃദയത്തിനെ കൊണ്ടെടുക്കാൻ ഉമ്മക്ക് ഭാഗ്യം കിട്ടില്ല. ഇതൊരു ചെറിയ ഭാഗ്യമായി ചെറുതായി നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയൊരു കാര്യം ഖുർആനിനെ മനസ്സിലാക്കുക, ഖുർആനെ പഠിക്കുക, ഖുർആനെ ഹൃദയത്തിലേറ്റുക. എത്ര വലിയ കാര്യമാണ്. അല്ലാഹു തആല അവരെ സെലക്ട് ചെയ്തു, അവരെ മദ്രസയിൽ എത്തിച്ചു. മദ്രസയുടെ മാഹോലിൽ അവർ ഖുർആൻ പഠിച്ചു, അവർ ഖുർആൻ പൂർത്തിയാക്കി. നമ്മൾ സാധാരണഗതിയിൽ ഈ കുട്ടികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അക്ഷരങ്ങൾ പൂർണ്ണമായി അറിയാത്ത കുട്ടികളുണ്ടാവും, അറബി അക്ഷരങ്ങൾ. അവരെ ഉസ്താദുമാര് പരിശീലിപ്പിച്ചു, പഠിപ്പിച്ചു, അവർ പിന്നാലെ കൂടി. ഇന്ന് അവർക്ക് അറിയാത്ത ഭാഷ അറബി, ആ ഭാഷയിലുള്ള ഖുർആനെ, ആ ഒരു വലിയ ഗ്രന്ഥത്തെ അവർ അവരുടെ ഹൃദയങ്ങളിൽ അവർ സൂക്ഷിച്ചു. ആ നിലയിൽ അവർ അതിനെ പഠിച്ചെടുത്തു. എത്ര അധ്വാനത്തിന്റെ പിന്നിലാണ്. നമ്മൾ സാധാരണ ദുനിയാവിന്റെ ഗതിയിൽ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും ഭൗതിക ഡിഗ്രികൾ കരസ്ഥമാക്കി അതിൽ 1-ാം റാങ്കോ 2-ാം റാങ്കോ കിട്ടിയാൽ നമ്മൾ വലിയ സംഭവമായിട്ട് പറയും. ഞങ്ങൾ ഒറ്റ ആലോചിക്കും, ഒരു ഗ്രന്ഥം ഫുള്ള്
മനപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. അത് ചെറിയ വയസ്സുള്ള കുട്ടികൾ അവർ അത്ര ഓതിയിട്ടുണ്ടാവും. ഇന്നിവിടെ അവർ ഖുർആൻ ശരീഫ് ഓതിയിട്ടുണ്ടാവും, അവർ ഓതൽ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത് അവർ ഖുർആൻ മനപ്പാടമാക്കാൻ എത്ര തവണ അവർ ഓതിയിട്ടുണ്ടാവും. എത്ര തവണ ഒരായത്ത് പഠിക്കാൻ 25, 30, 50, 100 തവണ അവർ ഓതുന്നുണ്ടാവും. കാരണം അവർക്ക് അറിയുന്ന വാക്കുകളല്ല അത്, അവരാ വാക്കടക്കം പഠിക്കാൻ. അതേ സ്ഥലത്തും ചിലപ്പം സൂറത്ത് ജാസിയന്റെ അവസാന ഭാഗമാണ് അവർ പൂർത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ വാക്കുകളൊന്നും അവർക്ക് അറിയുന്ന വാക്കുകളല്ല, അവർ ഇരുന്ന് പഠിച്ചെടുത്തതാണ്. അങ്ങനെ 100, 200 പ്രാവശ്യം ഒരായത്ത് ഓതൽ, അതിന്റെ ജുസ് പാഠം, അതിന്റെ പഴയ പാഠം, അതിന്റെ പുതിയ പാഠം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഹാഫിളാവുമ്പോഴേക്കും എത്രയോ ഖത്തങ്ങൾ തീർത്തിട്ടുണ്ടോ. അവരുടെ ഈ ചെറിയ കാലത്തിൽ ഇത്ര വലിയ നന്മ വാരി കുട്ടികളാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മക്കൾ ചെയ്യുന്ന മുഴുവൻ നന്മയുടെ പ്രതിഫലം അവരുടെ മാതാപിതാക്കൾക്കാണ്. അവരുടെ മാതാപിതാക്കൾ എത്ര ഭാഗ്യവാന്മാരാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഹദീസിന്റെ താല്പര്യത്തിലുണ്ട്. പരിശുദ്ധ ഖുർആനിനെ അതിനെ പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്താൽ അവരുടെ മാതാപിതാക്കൾക്ക് സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം ധരിപ്പിക്കപ്പെടും. സൂര്യനേക്കാൾ തിളങ്ങുന്ന പ്രകാശിക്കുന്ന കിരീടം. നമ്മൾ ആലോചിച്ച് നോക്കണം, സൂര്യനേക്കാൾ പ്രകാശിക്കുന്ന കിരീടം അമ്മന്റെ അവാപ്പന്റെ തലയിൽ. എവിടെയാണത്? മശ്ശറയിൽ മുഴുവൻ മനുഷ്യരും ഭയവിഹ്വലരായിട്ട് നിൽക്കുന്ന സ്ഥലമാണത്. ഭയപ്പാടോടുകൂടി നിൽക്കുന്ന സ്ഥലമാണ്. അഹ്കമുൽ ഹാക്കിമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ മനുഷ്യർ നിൽക്കുന്ന സമയമാണ്. മുഴുവൻ മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. അന്നത്തെ ദിവസം എല്ലാവരും ബേജാറിലും വെപ്രാളത്തിലായിരിക്കും. അന്ന് ഈ മാതാപിതാക്കൾ അവരിങ്ങനെ സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടവുമായി നിൽക്കുന്നുണ്ടാവും. എന്തായിരിക്കും അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കി. അല്ലാഹു തആല ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന്റെ അധികാരി ആരാണ്? ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ആരാണ് അധികാരി? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആരും ഒന്നും പറയില്ല, പിന്നെ അല്ലാഹു തന്നെ പറയും ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹുവാണ്. ഒരു മനുഷ്യൻ ഒരു അക്ഷരം മിണ്ടൂല, സംസാരിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ഭയത്തോടു കൂടി നിൽക്കും. അന്നത്തെ ദിവസം ചില മുഖങ്ങൾ അത് പ്രകാശപൂരിതമായിരിക്കും. അവർക്ക് ഭയപ്പാടുണ്ടാവില്ല, അവർ സമാധാനത്തിലേക്കുണ്ടാവില്ല. അങ്ങനത്തെ ചില മനുഷ്യരുണ്ടാവും. അവരിൽ ഒരു വിഭാഗം ആൾക്കാരാണ് നിങ്ങൾ. അവർ സൂര്യനേക്കാൾ തിളങ്ങുന്ന കിരീടം വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് സാധാരണക്കാരായ ആൾക്കാരായിരിക്കും. അന്ന് മറ്റുള്ളവർ ചോദിക്കും, ഇവനെന്തിന്റെ പേരിൽ കിരീടം നൽകപ്പെട്ടു? അപ്പോൾ പറയപ്പെടും, അവന്റെ മകൻ അല്ലെങ്കിൽ അവന്റെ മകൾ റാഫിളായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര വലിയ അംഗീകാരമാണ്, എത്ര വലിയ അംഗീകാരമാണ്. അല്ലാഹു തആല നാളെ മഹ്ശറിൽ ചില ആളുകളെ ആദരിക്കും. അല്ലാഹുവിന്റെ സ്വന്തക്കാരായ ചില ആൾക്കാരുണ്ട്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്, അല്ലാഹുവിന് ചില സ്വന്തക്കാരായ ആൾക്കാരുണ്ട്. ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് അല്ലാഹുവിന്റെ സ്വന്തക്കാർ? ഹും അഹ്ലുൽ ഖുർആനി വ അഹ്ലുല്ലാഹി ഖാസ, ഒരു ഖുർആന്റെ ആൾക്കാരാണ്, അവർ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. നിങ്ങൾ ഒറ്റ ആലോചിക്കും, അല്ലാഹുവിന്റെ സ്വന്തക്കാരായി വന്നവരാണ്. അല്ലാഹുവിന്റെ സ്വന്തക്കാരായി വന്നവരാണ്. അന്ന് എല്ലാവരും അല്ലാഹുവിന്റെ ആളാവാൻ ശ്രമിക്കുമ്പോൾ ഇവരെ അല്ലാഹുവിന്റെ സ്വന്തക്കാരായി കൂട്ടിയിരിക്കുകയാണ്. ഖുർആന്റെ ആൾക്കാർ ആദരിക്കുന്ന സ്ഥലം ഇവിടെ അല്ല. ഇവിടെ 10, 100, 500, 1000 ആൾ കൂടിയിട്ട് ആദരിക്കാനുള്ളതല്ല. മഹ്ശറിൽ ഇവർ ആദരിക്കപ്പെടും. മഹ്ശറിൽ ആദരിക്കപ്പെടും. യഥാർത്ഥ ആദരവിന്റെ ആൾക്കാർ ഇവരായിരിക്കും. ഇവരുടെ വാക്കുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വില ഉണ്ടാവും. ഇവർക്ക് ശുപാർശക്ക് അധികാരം നൽകും. ഇതൊന്നും ഇവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ ദുനിയാവിന്റെ വസ്തുക്കളെ കണ്ട് അതിന്റെ ലഹരിയും അതിന്റെ ഹരങ്ങളിലും അതിന്റെ ആഡംബര അലങ്കാരങ്ങളിലും സുഖലോലുപതയിലും കഴിഞ്ഞുകൂടാണ്. അതുകൊണ്ട് നമുക്ക് ആഖിറ മനസ്സിലാവുന്നില്ല. ആഖിറ അത് ഹഖാണ്. ദാലിക്കൽ യൗമുൽ ഹഖ്. ഖുർആൻ പറയുന്നു ദാലിക്കൽ യൗമുൽ ഹഖ്. ഖുർആൻ ആ ദിവസം ഹഖാണെന്ന് പറയാൻ. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. ഖുർആൻ ദാലിക്കൽ യൗമുൽ ഹഖ്, അന്ന് ഹഖായ ദിവസം. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ, ആരെങ്കിലും ഈ ഭൗതിക ജീവിതത്തിൽ ആ ഹഖായ ദിവസത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു മആബ്, അല്ലാഹുവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനോട് ഒരുങ്ങട്ടെ. فمن شاء اتخذ الى ربه مآبا انا انذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه فيقول الكافر يا ليتني كنت ترابا.
ഇന്നത്തെ ദിവസം മനുഷ്യർ ഇന്ന അന്തർനാക്കും അലാമൻ ഖരീബ, അടുത്ത് സമീപസ്ഥമായി വരാനിരിക്കുന്ന ഒരു ദിവസത്തിന്റെ മുന്നറിയിപ്പ് നൽകാൻ അന്നത്തെ ദിവസം യൗമ യൻദുറുൽ മർഉ, അതാണ് ദിവസം. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, എന്താണ് ചെയ്തതെന്ന് നോക്കുന്ന ഒരു ദിവസം. ഇന്ന് നമ്മൾ നോക്കലുണ്ട് എന്താണ് നമ്മൾ ചെയ്തത്, എന്താണ് നമ്മൾ സമ്പാദിച്ചത്. ഇന്ന് നമ്മൾ നോക്കല്, നമ്മളതിന് തിരിഞ്ഞു നോക്കി പറയും ഒന്നുമില്ല, അന്നാമത്തത് കഴിഞ്ഞു പോകുന്നു, വേറെ ഒന്നും സമ്പാദിച്ചില്ല എന്ന് പറഞ്ഞ് നിരാശരാവുന്ന ആൾക്കാരാണ്. ഏതാണ് ആ ദിവസം? ഇവിടുത്തെ ഭൂമിയിലെ 10, 40, 50, 60 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ള സങ്കടത്തിലാണ്. മരണമില്ലാത്ത അനന്തമായ ഒരിക്കലും തീരാത്ത ഒരാളും സഹായിക്കാത്ത മക്കളോ സന്താനങ്ങളോ സമ്പത്തോ ഒന്നും പ്രയോജനം ചെയ്യാത്ത ആ ദിവസത്തിൽ അന്ന് മനുഷ്യരെ നോക്കും, അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അവരെന്താ ചെയ്തതെന്ന് അവരിങ്ങനെ നോക്കുന്ന ദിവസം ഉണ്ടാവും. അവിടെ സാർ ആ ദിവസത്തിൽ വലിയ അംഗീകാരമുള്ള ആൾക്കാരായിരിക്കും ഖുർആന്റെ ആൾക്കാർ. ഖുർആന്റെ ആൾക്കാരും അവരുടെ മാതാപിതാക്കളെയും ആദരിക്കുന്നുണ്ട്. അവരെ മാത്രമല്ല, സ്ത്രീകളുടെ ഭാഗത്ത് ശബ്ദമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചേർന്നിരിക്കും, ശ്രദ്ധയോടുകൂടി ഇരിക്കും. പരിചയപ്പെടലും സംസാരമൊക്കെ എന്തായാലും ഉണ്ടാവും, പക്ഷെ അതിന് സമയം ഉണ്ടാവും. കുറച്ച് സമയം ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആദരവ് ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ ആദരവ്, ഏറ്റവും വലിയ അംഗീകാരം. അന്ന് സന്തോഷിക്കണം. മാതാപിതാക്കൾക്ക് എന്തിനാണ് ഇത്ര വലിയ കിരീടം നൽകുന്നത്? കുട്ടികളാണ് സത്യത്തിൽ. കുട്ടികളെ ആലോചിക്കുമ്പോൾ അവർ തോന്നുന്നു നമ്മളോട് ലീവില്ലാതെ, നമ്മളോട് കല്യാണത്തിന് കൂടാതെ കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കുക, എന്നിട്ട് കിരീടമൊക്കെ ഉമ്മക്കുപ്പൊക്കും ഇല്ല. ഒരു കുട്ടി പഠിക്കണമെങ്കിൽ സത്യത്തിൽ കിരീടം കൊടുക്കുന്ന വേണം. അത്ര ത്യാഗം ചെയ്യാനുണ്ട് ഉമ്മക്കുമാർ. പഴയ കാലത്ത് വേറെ ത്യാഗം, ഈ കാലത്ത് വേറെ ത്യാഗം. ഈ കാലത്ത് വലിയ ത്യാഗമാണ്, പഴയതിനേക്കാളും വലിയ ത്യാഗമാണ്. ഈ കാലത്ത് കുട്ടികൾ തിന്നാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊന്നും പ്രയാസമില്ല. പക്ഷെ ഈ കാലത്തുള്ള ത്യാഗം അതിനേക്കാളും വലുതാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരം ആളുകളെ പ്രയാസത്തിലാക്കാൻ നമ്മൾ ആരോ മൂച്ചുമൊക്കെ എത്തിയിട്ടുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആകെ കുടുങ്ങി, ജീവിതം താറുമാറായി. അങ്ങനെ ധരിച്ച് എല്ലാവരും അതിൽ നിയമം കൊണ്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് പോയി ഉമ്മ കുട്ടികളെത്ര ആൾ ചോദിച്ചു, കുട്ടികളെ എണ്ണം പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ആൺകുട്ടിയാണ്, അവനവിടെ ചോദിച്ചു. അവന് പഠിക്കുകയാണ്. എവിടെ പഠിക്കണേ? അവരങ്ങനെ വടകരയിൽ ഒരു മദ്രസ ഉണ്ട്, അവിടെ പഠിക്കുന്നു. എന്തിനാ പഠിക്കണേ? അവിടെ ഖുർആൻ പഠിക്കണം. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു അവന്റെ സ്കൂൾ എന്താവും, വിദ്യാഭ്യാസം എന്താവും? അതായത് കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. നല്ല ശ്രദ്ധിച്ചു, കുട്ടികളെ ഭാവി തകർക്കണ്ട. അല്ലാഹു എനിക്ക് സമാധാനം പറയുന്നത്. ഭാവി തകർക്കാറുണ്ട്. എന്താണ് ഭാവി തകർക്കാറുണ്ട്? ക്യാറ്റ് റാറ്റ് എന്നൊക്കെ പഠിച്ചില്ലെങ്കിലാണ് ഇപ്പൊ ഭാവി തകർക്കുന്നത്. കാര്യം എന്താണ് കാട്ടുക? ഇന്നത്തെ കാലത്തൊന്നും വിദ്യാഭ്യാസമല്ലേ ജീവിക്കാൻ പറ്റില്ല. ആരെ പറഞ്ഞു? നമ്മളങ്ങനെ വിശ്വസിക്കുകയാണ്. വലിയ വലിയ രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ കൺട്രികൾ, അതേപോലെ തന്നെ ഓരോ ഭൂഖണ്ഡങ്ങൾ. അവിടെയൊക്കെയുള്ള അവസ്ഥകൾ എന്താണ്? ഞാൻ ഓസ്ട്രേലിയയിൽ പോയി വെച്ചു ഒരു മാസം. അപ്പൊ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ തോൽക്കാതെ സ്കൂളിൽ ജയിക്കൽ 7ാം ക്ലാസ് വരെ. നമ്മളവിടെയുള്ള പോലെ തോൽപ്പിക്കാതെ വിടും 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ്സിൽ പരീക്ഷ ടഫായിട്ട് 7, 8, 9 ഒക്കെ കുറച്ച് ടഫ്, 10 ഒക്കെ ടഫ് ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു നല്ല ശതമാനം ആൾക്കാർ 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകുന്നില്ല. നമ്മൾ വലിയ വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി പോകുന്നതിലാണ് ഓസ്ട്രേലിയ. അവിടെയുള്ള ആൾക്കാർ 7ാം ക്ലാസ് കഴിഞ്ഞാൽ കുറെ നല്ലൊരു വിഭാഗം ആൾക്കാർ പിന്നെ പഠിക്കാൻ പോലും. അതിനകത്ത് ഒരു വിദ്യാഭ്യാസം ഒരു വേറെ സാധനമൊന്നും ഇല്ലാന്നല്ല, എല്ലാം ഉണ്ട്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇപ്പൊ എത്ര ആൾക്കാരുണ്ടാവും ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർ. നിങ്ങൾ ഇവിടെ പയ്യോടി ഓട്ടോ സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ ഡിഗ്രി കഴിഞ്ഞാൽ മിക്കവാറും ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് ഞാൻ നോക്കുന്ന സ്കൂളുകളുണ്ട്. ആ സ്കൂൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, എത്ര കുട്ടികൾ പഠിച്ച് കഴിഞ്ഞു പോയി. ഇതേമാതിരി വലിയ വലിയ സ്കൂളുകളുണ്ട്, 1000കണക്കിന് കുട്ടികൾ പഠിക്കണേ. അവരൊക്കെ പഠിച്ച് ഡിഗ്രി ഒക്കെ പൂർത്തിയാക്കി എന്താണ് ഇവിടെ ഉണ്ടായത്? എന്താണ് ഉണ്ടായത്? നല്ല ടോപ്പ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഹൈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരായി മാറി. വലിയ വലിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മയക്കുമരുന്നുകളുടെ അഡ്ഡകളായി, താവളങ്ങളായി. മനുഷ്യർക്ക് ആരോഗ്യം നൽകുന്ന, ശരീരത്തിന് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് നമ്മളെ പഠിപ്പിക്കാനും ഉണർത്താനും വിദ്യാഭ്യാസം നൽകുന്ന മെഡിക്കൽ കോളേജുകൾ വരെ ഇതിന്റെ താവളങ്ങളായി. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ വിചാരിക്കുന്നത് എന്തോ സംഭവമാണ്. വിദ്യാഭ്യാസത്തോടെ കൂടി ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു എഞ്ചിനീയറോട് പള്ളിയിൽ ഒരു ആവശ്യം വന്നപ്പോൾ നിങ്ങളൊരു പ്ലംബർ അയച്ചിരുന്നു.
അപ്പൊ എഞ്ചിനീയറിന്റെ മൂത്ത് ഞാൻ ചിരിച്ചിട്ട് വന്നു, ഒരു 4 എഞ്ചിനീയർമാരെ പണി അയച്ച പ്ലംബറൊന്നും കിട്ടില്ല. നാടിന്റെ അവസ്ഥ അങ്ങനെ എത്തി. എഞ്ചിനീയർ ഇഷ്ടം പോലെ, ഡെന്റിസ്റ്റുകൾ ഇഷ്ടം പോലെ, MBBS ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോ വേണമെങ്കിൽ വിദ്യാഭ്യാസം കൂടി. എന്തുണ്ടായി? ധാർമ്മികത നശിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. എന്താ അതിന്റെ കാരണം? എന്താണ് അതിന്റെ കാരണം? ഇതാണ്, ഒരു സ്ഥലത്ത് പോലും ഒരു IPS അല്ലെങ്കിൽ IAS സിവിൽ സർവീസ് പാസ്സായ കുട്ടി, ആ കുട്ടി 1ാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് പാസ്സാകുന്നത് വരെയല്ലേ കാലയളവിൽ ഒരു പേജിൽ പോലും അല്ലെങ്കിൽ ഒരു വരി പോലും നിന്റെ മാതാപിതാക്കളെ നീ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കണം. ഒറ്റ വരിയില്ല. മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും കടമപ്പെട്ടതും കടപ്പാടുള്ളതും അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മാതാപിതാക്കളാണ്. ഇത് പഠിപ്പിക്കില്ല എവിടെ, ഇത് പഠിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഉണ്ണി വാപ്പി ആരാന്ന് മക്കൾക്ക് മനസ്സിലാവില്ല. മുമ്പത്തെ കാലത്ത് മദ്രസകളിൽ പഠിപ്പിച്ചിരുന്നു, മദ്രസ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു അരണ്ടായിരുന്നു. വലിയ ആളായിരുന്നാലും മാതാപിതാക്കളോടുള്ള കടമ പൂർത്തിയാക്കും. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഡോക്ടർ ഷാ സാഹിബ് ഉണ്ടായിരുന്നു കോഴിക്കോട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെ സുഖത്തൊക്കെ ആക്കുമാറാവട്ടെ. ഒരിക്കലും ഞാൻ വേറൊരാളെ ഔഷധത്തിന് വേണ്ടി അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തു, വിളിച്ചു. അപ്പം അദ്ദേഹം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ കാസർഗോഡാണ്, ഞാൻ ഇനിയിപ്പോൾ കോഴിക്കോട്ട് വരാം, ഞാൻ കുറച്ച് ദിവസം കഴിയുന്നു. ഞാൻ എന്റെ ഉമ്മക്ക് സുഖമില്ല, അതുകൊണ്ട് ഉമ്മാന്റെ അടുത്ത് ഹിമ്മത്തിലാണ്. കോഴിക്കോട്ട് വലിയ ഡോക്ടറാണ്, മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് ആയാലാണ്. എന്താണ് അദ്ദേഹം അങ്ങനെ പോയി നിൽക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എന്റെ ഏറ്റവും വലുത് ഇത് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ നന്നാണെങ്കിൽ ദീനുണ്ടായേ പറ്റൂ. ഉമ്മാരാണ് വാപ്പാരാണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ട് കാര്യം? വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ നമ്മൾ ഓടുകയാണ്. എന്നിട്ട് മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കാറാനുള്ള തിരക്കിലാണല്ലോ. എല്ലാവർക്കും അങ്ങോട്ട് പോകണം, UK പോകണം, എല്ലാവർക്കും അമേരിക്കയിലേക്ക് പോകണം, ഓസ്ട്രേലിയയിലേക്ക് പോകണം, ഹയർ സ്റ്റഡിക്ക്. നമ്മളൊക്കെ പലകകളിൽ ബോർഡുകൾ കാണുന്നുണ്ട്, പരസ്യ ബോർഡുകളിൽ സ്റ്റഡി വിത്ത് ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ വെച്ചു. ഇവിടുത്തെ സമ്പന്നന്മാരെ മക്കൾ പോകാൻ വലിയ വലിയ പൈസ കൊടുത്തിട്ട്. ഓസ്ട്രേലിയയിൽ ഞാൻ പോയപ്പോൾ കണ്ട വലിയൊരു കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ, 2 തരം ആൾക്കാർക്ക് അവിടെ ഭയങ്കര ജോലി തിരക്കുള്ള ആൾക്കാരാണ്. 2 ടീമിനുണ്ട്. ഒന്ന് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സുരക്ഷിതമായി കൊണ്ടുനടക്കാനുള്ള ചില കെയർ സ്ഥലങ്ങളുണ്ട്, സെന്ററുകൾ. അവിടെ ഭയങ്കര തിരക്കാണ്. എന്നുവെച്ചാൽ അവിടെ ജീവിക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകണം. ചെറിയ കുട്ടീനെ 6 മാസം 5 മാസക്കായ കുട്ടീനെ ഇവിടെ ഏൽപ്പിച്ചു പോവാണ്. രാവിലെ പോകുമ്പോൾ വൈകുന്നേരം വന്ന് എടുക്കുകയാണ്, അതിനെ കുട്ടികളെ നോക്കണം. അതേപോലെ ഏജ് കെയർ എന്നൊരു സിസ്റ്റം, എന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാരെ നോക്കാനുള്ളത്. ഭയങ്കര സാമ്പത്തിക ചെലവ് ബാധ്യതയുള്ള ഒരു കാര്യമാണ് ഏജ് കെയർ. വയസ്സായ ആൾക്കാരെ കൊണ്ടേക്ക് നോക്കുക. ഞാൻ എന്റെ നേരെ കണ്ടു ഒരു ബസ്, ഒരു വലിയ ടൂറിസ്റ്റ് ബസ്, അതിനെങ്ങനെ അതിലേക്ക് വീൽ ചെയർ കയറ്റാനുള്ള ഒരു സംവിധാനം. ഞാനൊരു പാലം പോലെ ഒരു സ്റ്റെയർ, ഒരു കോണി പോലെ ഇങ്ങനെ നീട്ടി കൊടുക്കും ബസ്സിന്. എന്നിട്ട് അതിൽ വീൽ ചെയർ ഇങ്ങനെ ഉന്തിട്ട് കയറ്റുക വയസ്സായ ആൾക്കാരെ. എന്നിട്ട് അവരെ കയറ്റിട്ട് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പാർക്കുകൾ ഇഷ്ടം പോലെ ഡോക്ടറേറ്റ്, ഏതെങ്കിലുമൊക്കെ പാർക്കിൽ 1 മണിക്കൂർ കൊണ്ടുപോയിട്ട് ഇരുത്തുക. എന്നിട്ട് അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി. രാവിലെ ഇങ്ങനെ ബസ് വന്ന് അവർക്ക് കൊണ്ടുപോയി. അവരാരും കുടുംബക്കാരല്ല, ഇവർക്കൊക്കെ എത്ര $, ശമ്പളം കൊടുത്തിട്ടാണ്. എന്ന് വെച്ചാൽ ഇവരെ നോക്കാൻ മക്കളില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്താ സംഭവിക്കുന്നത് ലോകത്തും. വയസ്സായ ജീവിതം തീർന്നു. ആരോഗ്യം ഉണ്ടാവുന്നതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തിനാണ് ദീനി വിദ്യാഭ്യാസം, എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നത്, എന്തിനാണ് ആഖിറത്തിനെ കുറിച്ച് അറിയുന്നത് എന്ന് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവൂല. മനസ്സിലാവുന്ന സമയമുണ്ട്. അതേതാണ്? അത് വാർദ്ധക്യത്തിലെത്തുമ്പോ മനസ്സിലാവും. വാർദ്ധക്യത്തിലെത്തുമ്പോ കറക്റ്റ് മനസ്സിലാവും. നോക്കാൻ ആളില്ല. ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടുപോയി നോക്കുകയാണ്. ഇത് നമ്മൾ വിചാരിക്കും വിദൂരമായി കിടക്കുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ അതേപോലെ കോപ്പി അടിക്കുന്നത്. നമ്മൾ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു, ഇഷ്ടംപോലെ ജീവിക്കാൻ തുടങ്ങി. ഇപ്പം അതിന്റെ ഗതികേട് അവർക്ക് ബോധ്യപ്പെട്ടു. വയസ്സാകുന്നവരെ ഏറ്റെടുക്കാനോ നോക്കാനോ ആരുമില്ല.
ആരോഗ്യം ഉണ്ടാവുമ്പോൾ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഇല്ലാതായി. ആ രാജ്യത്ത് മക്കളെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വാപ്പന്റെ ഇപ്പന്റെ ഒക്കെ ആധാർ കാർഡോ മറ്റൊക്കെ കൊടുക്കണം. അവിടെ രജിസ്റ്റർ ചെയ്യാൻ സത്യത്തില് ആരെങ്കിലും ഒരാളെ ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരാളെ ഏറ്റെടുത്താലോ മതി. ഉമ്മ ഉണ്ടായിക്കോളുന്നില്ല, വാപ്പ ഉണ്ടായിക്കോളുന്നില്ല. ഈ കുട്ടിന്റെ വാപ്പ ആരാന്ന് അവിടെ ചോദിക്കില്ല, ഈ കുട്ടിന്റെ ഉമ്മ ആരാന്ന് ചോദിക്കില്ല ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ. എന്നാലും അവർ ഏറ്റെടുക്കാൻ മക്കൾ കുറവാണ്, മനുഷ്യർ കുറയാൻ. ഇതിലേക്കാണ് പോണത്. ഇവിടുത്തെ വലിയ വലിയ സമ്പന്നന്മാരുടെ മക്കളൊക്കെ സ്റ്റഡി വിത്ത് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ അധികം ആൾക്കാരും പോയിട്ട് നിൽക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഈ വൃദ്ധന്മാരുടെ അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ്. മണിക്കൂറിന് $30, $25 ഒക്കെ കിട്ടുന്നുണ്ട്. ഈ പണിയിട്ട് പെരയുടെ സ്വന്തം മന്റെ വാപ്പന്റെ കൈപിടിക്കാൻ കഴിയാത്ത മകൻ ഏതോ രാജ്യത്ത് പോയി ഏതോ ആൾക്കാരെ, ഒരു പരിചയമില്ലാത്ത ആളുകളെ ഒരു $30, $20 ഒക്കെ കൈപിടിച്ച് അവരെ വൃത്തിയാക്കി കൊണ്ടിടക്കുന്ന ദുരവസ്ഥയിലേക്ക് നമ്മുടെ നാടും നമ്മുടെ മക്കളും നീങ്ങാൻ കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും ബോധവും ഇല്ലാത്തതുകൊണ്ടാണ്. ഖുർആൻ പഠിക്കില്ല, ഖുർആനെ പറ്റി നമുക്ക് അറിവില്ല. നീ ഖുർആനെ കുറിച്ച് അറിവുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയാം? ഖുർആൻ ഓതാൻ അറിയാമെന്ന്. ഖുർആൻ ഓതാൻ അറിയാമെന്ന്. ഖുർആൻ ഓതാൻ മാത്രം പഠിക്കാനുള്ള ഗ്രന്ഥമല്ല. ഖുർആൻ നമുക്ക് വഴികാട്ടിയാണ്. ഖുർആൻ നമുക്ക് മാർഗം കാണിച്ചു തരണം. ഖുർആൻ നമ്മളോട് പറയുന്നത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫി വലാ തൻഹർഹുമാ. നിങ്ങളുടെ മാതാപിതാക്കൾ ഇരുവരുമോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ വാർദ്ധക്യാവസ്ഥയിൽ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാവുകയാണെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫി, അവരോട് ചേർന്ന് പറയരുത്. വയസ്സാവുമ്പോൾ അവരുടെ സ്വഭാവത്തിനും സംസാരത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ബുദ്ധിയൊന്നും അപ്പം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് കറുപ്പ് ഷാർപ്പ് ബുദ്ധി ഉണ്ട്. കുറച്ച് വാർദ്ധക്യത്തിൽ എത്തിയാൽ ബുദ്ധിയൊന്നും ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞത് എന്താണെന്ന് അറിയില്ല. ഇതാരാന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ അതാരാണ്, ഇതെന്താന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ചോദിക്കും ഇതെന്താണ്. അപ്പൊ അതിന് ദേഷ്യം പിടിക്കും. ഒരു വാപ്പ സിറ്റ് ഔട്ടിൽ ഇരുന്നു. ആ വീട്ടിന്റെ മുറ്റത്ത് ഒരു മാവുണ്ട്. ആ മാവിൽ ഒരു കാക്ക വന്നിരുന്നു. കുറച്ച് പ്രായമുള്ള ഈ വാപ്പ മകനോട് ചോദിച്ചു അതെന്താണെന്ന്. അവരുടെ കാക്കയാണ്. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ വീണ്ടുകാരൻ ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. അവർ അത് കാക്കയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ചോദിച്ചു അതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. കാക്ക നിങ്ങളോടല്ലേ പറയുന്നത്, മനസ്സിലാവില്ല നിൽക്കുന്ന പോലെ ചീത്തയാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ചോദിക്കുമ്പോൾ ചൂടായി. അപ്പൊ അയാൾ പതുക്കെ അവിടെ എഴുന്നേറ്റ് പോയി. അയാൾക്ക് അതിനപ്പുറം വലിയ വയസ്സൊന്നും ആയിട്ടില്ല. അയാൾ പതുക്കെ എഴുന്നേറ്റ് പോയി റൂമിൽ പോയിട്ട് ഒരു ഡയറി എടുത്തു. ആ ഡയറി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു ഇതൊന്ന് വായിക്കുന്നു. ആ മകൻ അവ വായിച്ചു. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ഡേറ്റ് ഇട്ടുണ്ട്, ഇന്ന ഡേറ്റ്. ഞാനും എൻ്റെ ചെറിയ മോനും, അവന്റെ പേര് എഴുതി. കൊലായിൽ ഇരിക്കുമ്പോൾ, സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ മാവിൽ ഒരു കാക്ക വന്നിരുന്നു. അവൻ എന്നോട് ചോദിച്ചു അതെന്താണെന്ന്. ഞാൻ അവനോട് കാക്കയെന്ന് പറഞ്ഞു. വീണ്ടും അവനോട് ചോദിച്ചു അതെന്താണെന്ന്. ഞാൻ അവനോട് കാക്കയെന്ന് പറഞ്ഞു. അങ്ങനെ പല ആവർത്തി ചോദിച്ചു. ഞാൻ ദേഷ്യം പിടിക്കാതെ അവനോട് അത് കാക്കയെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പം വയസ്സാവും, ഓർമ്മക്കുറവുണ്ടാവും. ചോദിച്ചതന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം പല അവരോട് ചേൻ പറയും. പല അവര് വേറിട്ടരുത്. മാന്യമായ വാക്കായിരിക്കണം അവരോട് പറയാം. ചില മുഫസ്സിറുകൾ എഴുതുന്നുണ്ട് സംസാരിക്കലല്ല മാത്രമല്ല നോട്ടം കൊണ്ട് പോലും അതാണ് എന്ന് പറയുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു നോട്ടം നോക്കി അതൃപ്തിയുടെ അതുപോലും പാടില്ല. സംസാരിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് പോലും നിന്റെ കോപത്തിന്റെ ലക്ഷണം നീ കാണിക്കരുത് എന്ന് അവർക്ക് കാരുണ്യത്തിന്റെ ചിറകിനെ വിരിച്ചു കൊടുക്കുക. നിന്റെ കാരുണ്യം നീ കാണിച്ചു കൊടുക്കവർക്ക്. നീ അവർക്ക് വേണ്ടി പറ. നിങ്ങൾ ആലോചിക്കും, നിന്റെ ഉമ്മക്കും വാപ്പക്കും എന്താണ് ദുആ ചെയ്യേണ്ടത് എന്ന് വരെ പടച്ചവൻ പഠിപ്പിച്ചു തരാൻ. നീ പറയുക എന്നോട് ചെറുപ്പത്തിൽ കരുണയോടുകൂടി പെരുമാറിയതുപോലെ എന്റെ മാതാപിതാക്കളോട് കരുണയോട് പെരുമാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഇത് ഖുർആനല്ല,
ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഏത് കിതാബിലാണ്? പ്ലസ് ടുവിലുണ്ടോ, ഡിഗ്രിയിലുണ്ടോ, എവിടെങ്കിലും ഉണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? നമ്മളെ കുട്ടികൾക്ക് മാതാപിതാക്കൾ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്, നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന. ഒരു സ്ഥലത്ത് രണ്ട് സ്ഥലത്തൊന്നുമല്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞ ഉടനെ പിന്നെ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യണം. ഒരു ഫോട്ടോ എടുക്കുക. മാതാപിതാക്കളോട് ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാം. ഖുർആന്റെ കൽപ്പന, ഖുർആന്റെ അധ്യാപനമാണ്. ഖുർആൻ പഠിപ്പിക്കൽ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കൽ. അതുകൊണ്ട് ഇത് പഠിക്കാൻ ഞാൻ എന്താ അവസ്ഥ? ഈ കുട്ടികൾ ഇതൊക്കെ ഞാൻ ഈ ഓതി ആയത്തിലൊക്കെ എന്റെ ഈ അഞ്ചന്മാർ അല്ലെങ്കിൽ എന്റെ മക്കൾ ഇവരിത് ഓതി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണെന്ന് അവർക്ക് അറിയില്ല. എന്ന് തുടങ്ങി ഈണത്തിൽ ഒരു ഓതും. പക്ഷെ എന്താണ് ഈ പറഞ്ഞത് എന്ന് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് ഈ ഹാഫിദീങ്ങളുടെ മാതാപിതാക്കളോട് എനിക്കുള്ള കാര്യമായി പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പഠിപ്പിക്കും. അതാണ് ഏറ്റവും വലിയ ഇൽമ്, നുബുവത്തിന്റെ ഇൽമ് അതാണ്. അത് പഠിച്ച ഒരാൾ പാഴാവില്ല. നമുക്ക് തോന്നൽ നമ്മുടെ മക്കളുടെ ഭാവി എന്താവും. നിങ്ങൾ എന്താ മക്കളുടെ ഭാവിയെ പറ്റി വിചാരിച്ചത്? ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാവാന്നാണോ? സമ്പത്തിന് എന്ത് മാനദണ്ഡമാണ് അള്ളാഹു വെച്ചത്? എത്രയോ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹു തആല ഒരുപാട് സമ്പത്ത്. എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, ഒരു സമ്പത്തുമില്ല, ഒരു മര്യാദയ്ക്ക് ഒരു ജോബും കൂടി ഇല്ല. മലയാളത്തിനേക്കാൾ സ്പീഡിൽ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാരുണ്ട്, ഒരു ജോലിയില്ല. റിസ്ക്കും ഭൗതിക വിദ്യാഭ്യാസവും ആയിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളങ്ങനെ ബന്ധിപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ കലാമും വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറും ഹദീസിന്റെ വിശദീകരണങ്ങളൊക്കെ ഒരാൾ പഠിച്ചു എന്നതിന്റെ പേരിൽ അവൻ ദുനിയാവിൽ നിന്നിനാവില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതൻ അള്ളാഹുവിനെ അറിയുന്നവനും അവന്റെ ദീനിനെ മനസ്സിലാക്കിയവരുമാണ്. അള്ളാഹുവിനെ ശരിയായ നിലയിൽ ഭയപ്പെടുന്നവർ ഉലമാക്കളാണ്, അള്ളാഹുവിനെ അറിയുന്നവരാണ്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അവർക്ക് തഖ്വ ഉണ്ടാവും. തഖ്വ ഒരാളിൽ ഉണ്ടായാൽ ഖുർആൻ അല്ലാഹു പറയാൻ, ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്യാനെങ്കിൽ അവർക്ക് അവരുടെ ഇടങ്ങേറുകൾ, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു പുറത്തേക്ക് വരാനുള്ള ഒരു മഖ്റജ്, ഒരു എക്സിറ്റ് അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. അവൻ വിചാരിക്കുക പോലും ചെയ്യാത്ത നിലയിൽ അവൻ അല്ലാഹുവിന്റെ ജീവൻ തഖ്വ ഉണ്ടായാൽ ഏറ്റവും വലിയ ഇൽമ് തഖ്വയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി ചോദിച്ചു, ഞാൻ ജനങ്ങളിൽ ഏറ്റവും ഇൽമുള്ള ആളാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആലമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ഇത്തഖില്ലാഹ് തകുൻ അലമുന്നാസ്. നീ തഖ്വയുള്ളവനാണ്, എന്നാ ജനങ്ങളിൽ ഏറ്റവും അറിവുള്ളവനാണ്. ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം തഖ്വയാണ്. തഖ്വയുള്ളവർ അവർ എന്നും ഭാഗ്യവാന്മാരാണ്. ദുനിയാവിൽ വിജയിക്കുന്നവരാണ് അവർ, ആഖിറത്തിൽ വിജയിക്കുന്നവരാണ്. തഖ്വയെ ഏറ്റവും പ്രധാനപ്പെട്ട് നേടിയെടുക്കേണ്ട ഗുണം. സഹാബാക്കൾ അത് നേടിയെടുത്തു. ഒരു സഹാബി അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ നേരത്ത് മക്കളെല്ലാരും വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു ഭയവുമില്ല. കാരണം അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവർക്ക് അവരെല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷാമാർഗം നൽകി കൊടുക്കും. അവർക്ക് അവർ വിചാരിക്കുക പോലും ചെയ്യാത്ത നേരിൽ ഉപജീവനം ഉണ്ടെങ്കിൽ തഖ്വ ഉണ്ടായാൽ മതി. എന്നിട്ട് സഹാബി പറഞ്ഞു, നിങ്ങൾ തഖ്വ ഇല്ലാത്തവരാണെങ്കിൽ, അതാണല്ലോ അടുത്ത പ്രശ്നം, നിങ്ങൾ തഖ്വ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളും ഞാനും എനിക്ക് യാതൊരു പ്രശ്നമില്ല. സത്യത്തിൽ അവരവരെ മക്കൾക്ക് പഠിപ്പിച്ചത് തഖ്വയായിരുന്നു. അതിന്റെ കോഴ്സാണ് കൊടുക്കാനുള്ളത്. തഖ്വ ഉണ്ടായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. എല്ലാ പ്രശ്നത്തിനും പരിഹാരം. കാരണം പരിഹാരം തരാൻ അല്ലാഹു പറഞ്ഞതാണ്. എത്ര ഓഫറുള്ള, എത്ര ഉറപ്പുള്ള വേറൊരു സംഗതിയുമില്ല. അതുകൊണ്ട് നമ്മളെ മക്കൾ ഇൽമാണ് തഖ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുക. ഇൽമിന്റെ മറ്റൊരു വാക്കാണ് തഖ്വ. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തഖ്വ ഉണ്ടാവും. നല്ല തഖ്വയോട് കൂടി ജീവിക്കാം.
ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇൽമിന്റെ വഴിയിൽ എത്തിച്ചാൽ ഒരു ഭാഗ്യവുമാരാണ്. ഈ ഭാഗത്ത് നിൽക്കുന്ന ഉലമാക്കൾ സത്യത്തിൽ അവരുടെ ഒരു നല്ല ആയുസ്, അവരുടെ യുദ്ധത്തിന്റെ നല്ല ഭാഗം. അതിലൊരു കാര്യം ചോദിക്കുന്നത് യുവത്വം ആയുസ് എങ്ങനെ ചെലവാക്കും, ആയുസ് എങ്ങനെ ചെലവാക്കും. എല്ലാവരോടും ആണിനോടും പെണ്ണിനോടുള്ള ചോദ്യം ആയുസ് എങ്ങനെ ചെലവാക്കും. നമുക്ക് 50, 60, 70 കൊല്ലം നിന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വിനിയോഗിച്ചു എന്ന് പഠിച്ചവൻ ചോദിക്കും. അതിന് മറുപടി പറയണം. അതിൽ മറ്റൊരു ചോദ്യമാണ് യുവത്വം എങ്ങനെ ചെലവഴിച്ചു. വയസ്സിന്റെ ഉള്ളിലുള്ളതാണ് യുവത്വം എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ സ്പെഷ്യൽ ചോദ്യമാണ് യുവത്വത്തെ കുറിച്ച്. യുവത്വം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യുവത്വമാണ്. അതുകൊണ്ട് തന്നെ യുവത്വ കാലത്ത് മനുഷ്യർ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ഉണ്ടാവും. സാധാരണ ഉറുദുവിൽ പറയും ജവാനി കാ ഏക് സജദ ബുഢാപ്പെ കി 70 സജദെ സെ ബെഹ്തർ ഹൈ. യുവത്വമായിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സുജൂദ് വയസ്സായതിനു ശേഷം ചെയ്യുന്ന 70 സുജൂദിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുണ്ട്. കാരണം എന്താണ്, വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഷോപ്പ് പോകണ്ട, പിന്നെ മറ്റൊരു പോകണ്ട, അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട. മക്കൾ തന്നെ അവരുടെ കൂടെ പോകാനല്ലേ തൽക്കാലം വേണമെന്ന് കണ്ടത്തില്ല. കാരണം ഈ വയസ്സായവർക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഉടനെ നിന്നോളി തന്നെ. പിന്നെ മുമ്പ് വേറെ പണിയൊന്നുമില്ല. ഒഴിവുണ്ടാവും ചെയ്യുക, ബാങ്ക് കൊടുത്തു. കാരണം ഞാൻ ഒരു പണിയുണ്ട്, ബാങ്ക് കൊടുക്കുക. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാൻ കിട്ടും കേരളത്തിൽ. കാരണം എല്ലാ നിസ്കാരത്തിനോടും ചേർത്ത് തിന്നലും. അതുകൊണ്ട് ബാങ്ക് കൊടുത്തോന്ന് ചോദിക്കും, എന്നിട്ടിങ്ങനെ നിസ്കരിക്കുക. വേറെ പണിയൊന്നുമില്ല. ഒരു പണിക്ക് പോകാൻ പറ്റില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ സമയത്ത് ഇയാളിങ്ങനെ നിസ്കരിക്കണമെന്നല്ലേ പറഞ്ഞു. പക്ഷെ യുവാവിന് ഒരുപാട് തിരക്കാണ്. അവൻ എല്ലാവർക്കും വേണം, അവന് ഒഴിവില്ല. കച്ചവടത്തിനും വേണം, കുടുംബത്തിനും വേണം, അവിടെയും വേണം, ഇവിടെയും വേണം. എല്ലാ കല്യാണത്തിനും അവനെ പോകണം, നീ എന്ന് വരണമെന്ന് പറയും. ഇങ്ങനെ തിരക്ക് പിടിക്കണേ. ആ സമയത്ത് യുവാവ് ചെയ്യുന്ന അമലിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. നമ്മൾ ഒറ്റക്ക് ആലോചിച്ച് നോക്കുക. ഇതിൽ 30, 50, 60 ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ട്. ഒന്നൊറ്റക്ക് ആലോചിച്ച് നോക്കുക, നമ്മളെ യുവത്വം എങ്ങനെയാണ് കഴിഞ്ഞത്. മിക്കവാറും ആൾക്ക് യുവത്വം കഴിഞ്ഞതെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെ പോയി. കുറച്ചുകാലം പഠിച്ചു, അതിൻ്റെ ഇടയിൽ ജോലി എന്തെങ്കിലും തെരഞ്ഞു തിരക്കായി, അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ചു, 1-2 കുട്ടികളായി. അതിന് യുദ്ധം കഴിഞ്ഞു. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ യുവത്വത്തിനെ പറ്റി എന്താ പറയുന്നത്? പക്ഷെ ഞാൻ എപ്പോഴും ആയിരിക്കും ഈ ഹദീസ് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളെ യുവത്വം എങ്ങനെ. ഞാൻ ഇവരോട് പറയണം, ഇവരെ യുവത്വം എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക. ഈ കുട്ടികളുടെ അവസ്ഥകൾ ആലോചിച്ചു. 10 വയസ്സ്, 12 വയസ്സ്, 11, 12 വയസ്സിനുണ്ടാകുമ്പോൾ ഈ മദ്രസയ്ക്ക് വന്നതായിരിക്കും. ചിലപ്പോൾ അതിനേക്കാളും വയസ്സ്, ചെറിയ വയസ്സിൽ വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഓതിൽ തുടങ്ങാൻ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ ഫുള്ളുണ്ട്. ഒറ്റ നിസ്കാരം ഒഴിവാകും, സുന്നത്ത് നിസ്കാരം ഒഴിവാകില്ല. സുബീന്റെ സുന്നത്തുണ്ടാവും, ദൂറിന്റെ സുന്നത്തുണ്ടാവും, അസറിന്റെ സുന്നത്തുണ്ടാവും, വിത്റും ഉണ്ടാവും, തഹജ്ജുദ് ഉണ്ടാവും, ഇശ്റാഖ് ഉണ്ടാവും, ദുഹാ ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ വന്ന് ഇത്രയായി ആഫിലായി. ഇനി ഒരിങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര ആവും? ഓരോ യുവത്വത്തിന്റെ നല്ലൊരു ഭാഗം ഈ മദ്രസന്റെ കെട്ടിടത്തിന്റെ ഉള്ളിലാണ്. ഉസ്താദുമാരുടെ നിഗ്രാണി, ഉത്തരവാദിത്തത്തിൽ ആലോചിക്കും. ഹറാമുകൾ നാട്ടിൽ ഇവരെ വയസ്സുള്ള കുട്ടികൾ എത്ര ഹറാമ് ചെയ്തിട്ടുണ്ടാവും. ഹറാമ് ചെയ്യാതെ നമ്മളെ മക്കൾ വളരാനുള്ള ഈ കാലഘട്ടത്തിലെ ഒരു കോട്ട എന്ന് പറയും. ഒരു കോട്ടയാണ് മദ്രസ. ചിന്മകളിലുള്ള കോട്ടയാണ് മദ്രസകൾ. അതുകൊണ്ട് നമ്മളെ മക്കളെ മദ്രസകളിൽ എത്തിക്കണം. നമ്മളെ മക്കൾ മദ്രസകളിൽ വന്ന് ദീനിന്റെ കാര്യങ്ങൾ പഠിക്കട്ടെ. നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. വയസ്സാവുമ്പോൾ നമ്മളെ കൊണ്ടടക്കാൻ പറ്റിയ ആളായിരിക്കും. നമുക്കിതിന്റെ അവസ്ഥ മനസ്സിലാവില്ല. ഞാനൊരു ദിവസം മലപ്പുറത്ത് വേങ്ങരയിൽ നിന്ന് കൊണ്ടോട്ടിയിലേക്ക് ഇങ്ങനെ വരാം. ഞാൻ ഒറ്റക്കറിയ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊടുക്കുമ്പോൾ ഒരു വളവിന്റെ നീർന്ന ഉടൻ തന്നെ ഒരാൾ കൈ അടിച്ചു. ഒരു കണ്ടിട്ട് ഒരു ദീനിബോധമുള്ള ഒരാളിൽ നിന്നിട്ട് തോന്നിയപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തി. അപ്പൊ അയാളോട് ചോദിച്ചു, നിങ്ങളങ്ങോട്ടാണ്? ഞാൻ പറയാം കൊണ്ടോട്ടിയിലാണ്. അയാൾ കയറി. കാരണം അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല, അവിടെ ഒരു കടയില്ല, ഒന്നുമില്ല, ഒരു അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പൊ ഞാൻ വിചാരിച്ച അയാൾ ഇവിടെ ഒരു വീട്ടിലുള്ള ആളാണെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വിളിച്ചു, നിങ്ങളെ വീട് ഏതാണെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഞാൻ എന്റെ വീട് കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടിക്ക് അടുത്തുള്ള ഒരു സ്ഥലം പറഞ്ഞു. ഇവിടെ നിങ്ങൾ എങ്ങനെ?
കാരണം ഇവിടെ ഈ വളവിന്റെ അപ്പുറത്ത് അങ്ങോട്ട് ഇറങ്ങിയ താഴേക്കിറങ്ങിയാൽ അവിടെ ഒരു മദ്രസ ഉണ്ട്. ഞാൻ ആ മദ്രസ മാറി ഞാൻ ഒരു മദ്രസ വിട്ട് പോവായിരിക്കില്ല ഞാൻ വർത്താനൊക്കെ പറഞ്ഞു. അതേപോലെ ഞാൻ കുറെ കാലം വന്നിട്ട് വർഷത്തോടെ കണ്ണൂരിൽ പോയി. ഈ കൊല്ലം കൊണ്ട് വന്നതാണ്. കഴിഞ്ഞാൽ ഞാൻ ജോലിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു പറഞ്ഞു വീട് പൊളിച്ചിട്ടിരുന്നു. അതിങ്ങനെ ജസ്റ്റ് അതിന്റെ പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊല്ലം പോകണമെന്ന് വിചാരിച്ചു. ഈ കൊല്ലം പള്ളിയിൽ ഞാൻ പേച്ചിട്ടില്ല. എന്തെന്ന് ചോദിച്ചു പറഞ്ഞ ഉമ്മ ഉണ്ട്. ഉമ്മക്ക് ചെറിയ സുഖമില്ലായി കിട്ടും. അപ്പൊ ഉമ്മക്ക് തീരുമാനത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ ഞാൻ വെറുതെ സ്വാഭാവികമായി ചോദ്യം ചോദിച്ചാണ് നിങ്ങൾക്ക് ജ്യേഷ്ഠന്മാരും അച്ഛന്മാരും ഇല്ലെന്ന് പറഞ്ഞാ എനിക്ക് ജ്യേഷ്ഠനുണ്ട്, എനിക്ക് അഞ്ചനുണ്ട്, ഞാൻ നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ 4 ആമക്കൾക്ക് എന്നുവെച്ചാൽ ആർക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ജ്യേഷ്ഠൻ്റെ ഒരു ജോലിക്കാരനാണ്, ഗവൺമെന്റ് ജോലിക്കാരനാണ്. അനുജൻ സ്കൂൾ അധ്യാപകനാണ്. മറ്റേ ആളെന്തോ ഒരു കച്ചവടമാണ്. ഇയാളാണ് അതിൽ സാമ്പത്തിക ബലഹീനത ഉള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു നമ്മളെ മലപ്പുറത്തെ സ്ഥിതി അനുസരിച്ച് ചെറിയ മോന്റെ എടുത്താണ് ഉമ്മ സാധാരണ ഉണ്ടാവില്ല ചെലവാണ്. അങ്ങനെയല്ല ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞു അവൻ അധ്യാപകനല്ലേ, അപ്പൊ ഇങ്ങനത്തെ എപ്പോഴും ഉണ്ടാവാൻ പറ്റിയത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ ഉമ്മക്കും ഇഷ്ടം എൻ്റെ കൂടെ നിൽക്കാനാണ്. ഞാനിങ്ങനെ വേറെ എങ്ങനെ എനിക്ക് സംഗതി വേഗം ഓടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആളെങ്ങനെ അവളിങ്ങനെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉമ്മനെ കുട്ടിച്ചു കൊടുക്കുക ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു സമ്പത്ത് കൊണ്ട് എല്ലാവരും എന്നെക്കാളും മുകളിലാണ്. പക്ഷെ അള്ളാഹുത്താല നമുക്ക് വീണ്ടും വന്നുകൊണ്ട് ഉമ്മാനോട് വാപ്പനോട് എങ്ങനെ നിൽക്കേണ്ടത് നമുക്കറിയാൻ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഉമ്മക്ക് സാമ്പത്തികം എൻ്റെ കുറവാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കാനാണ് ഉമ്മക്ക് ഇഷ്ടം. ആ സാധനം ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. ഉമ്മനോട് എൻ്റെ ഉമ്മന്റെ കാലിനടിയിലാണ് എൻ്റെ സ്വർഗം. എനിക്ക് ആഹൃത്തിൽ എൻ്റെ ഉമ്മ അതൊരു വലിയ സംഗതിയല്ലേ. വോയിസുൽ അർണി എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. അർണിൽ യമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒറ്റക്ക് നിങ്ങളുടെ ആഗ്രഹം ഇപ്പം മദീനയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഞാനുകളൊക്കെ എന്താണോ നമ്മളെ ഉള്ളത് അതൊക്കെ വിറ്റുപറ്റിട്ട് ആ നൽകുന്ന ശാസ്ത്രങ്ങൾ ആ പുന്നാരമുഖം ആ തിരുമുഖം ഒന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യും. പക്ഷെ ഉവൈസുൽ ഖർണിന്റെ അന്നത്തെ ദിവസം നബിതങ്ങളുടെ സാഹചര്യങ്ങൾ മദീനയിലുണ്ട്. അദ്ദേഹം മദീനയിലേക്ക് പോകാൻ ശ്രമിച്ചു. ഉമ്മ രോഗിയാണ്. ഉമ്മ പറഞ്ഞു മോനെ നീ പോകുന്ന എനിക്ക് താല്പര്യം, നീ എൻ്റെ അടുത്ത് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. യാത്ര ചെയ്യുന്ന ആളുകളോട് ഉവൈസുൽ ഖർണി പറഞ്ഞു നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ഒന്ന് അനുവാദം വാങ്ങണം. എൻ്റെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്, എനിക്കാണ് തങ്ങളെ കാണാൻ അതിയായ കൊതി. ആ കൊതി എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമുക്ക് ഇന്ന് റൗള കാണാൻ അല്ലെങ്കിൽ നബിതങ്ങളുടെ സാഹചര്യം തങ്ങളുടെ ഖബറടുത്തിൽ ഒരു സലാം പറയാൻ നമ്മുടെ മനസ്സിത്ര വെമ്പൽ കൊണ്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു നബി അടുത്ത സ്ഥലത്ത് യമന് വലിയ ദൂരമൊന്നുമില്ല മദീനയിലേക്ക്. അത്ര സ്ഥലത്തുണ്ടായിട്ട് കാണാനുള്ള എത്ര വലിയ കൊതി ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന ഒരു നബിയെ പോകുന്ന യാത്രാ സംഘത്തിനോട് പറഞ്ഞയച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് ഉവൈസിനോട് അവിടെ തന്നെ നിൽക്കാൻ പറയും, ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറയും. അത് കേട്ടു അദ്ദേഹം അവിടെ നിന്നു. ആ ഉവൈസുൽ ഖർണിക്ക് നഷ്ടപ്പെട്ടത് എന്താ നിങ്ങൾക്കറിയാം? സഹാബി എന്ന് പറഞ്ഞ പദവിയാണ്. സഹാബി എന്ന് പറഞ്ഞ പദവി ചെറുതാണ്. സഹാബി എന്ന് പറഞ്ഞത് ഒരു സഹാബി ഒരാള് ഒരു പിൽക്കാലത്തുള്ള താബിയിനോട് ചോദിച്ചു, മുആവിയാണോ ശ്രേഷ്ഠൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണോ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സഈദ് ബിൻ മുസയ്യിബ് ആണോ ശ്രേഷ്ഠൻ എന്ന് കൊണ്ട് ചോദിച്ചു. അപ്പൊ പണ്ഡിതൻ പറഞ്ഞത് എന്താണ്? നബിതങ്ങളുടെ ശാസനങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ മുആവിയയുടെ കഴുതന്റെ മൂക്കിൽ പറ്റിയ പൊടി അതിനേക്കാളും പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിനെക്കാളും വലുത് ആ പൊടിയാണ്. സഹാബിന്റെ ദർജ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ഈമാനോട് കൂടി ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണ്. അതാണ് ഉവൈസുൽ ഖർണിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ അപ്പോഴും നബിതങ്ങളുടെ ശാസനങ്ങൾ ഒരു തത്വം പഠിപ്പിക്കാൻ എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഭാഗത്തിനേക്കാളും നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ. പക്ഷെ നബിതങ്ങളുടെ ശാസനങ്ങൾ പാഴാക്കിയില്ല. സഹാബാക്കളിൽ ഏറ്റവും പ്രധാനികളിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ
കർണിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉവൈസ് എന്ന് പറഞ്ഞ ഒരാൾ വരും. അദ്ദേഹം ഇതുവഴി വരികയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ഉമറെ നിനക്ക് വേണ്ടി അദ്ദേഹത്തിന് ആരോട്? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴി പ്രവേശിച്ചാൽ പിശാച് ആ വഴിയിൽ നിന്ന് ഓടി അകലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഉമർ ബിൻ ഖത്താബിനോട് പറയാൻ. പിന്നീട് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം യമനിൽ വരുന്ന എല്ലാ സംഘങ്ങളോടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നിങ്ങളിൽ ആരെങ്കിലും കർണുകാരനുണ്ടോ എന്ന് ചോദിക്കും. യമൻകാരുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ കർണുകാരനുണ്ടെന്ന് ചോദിക്കും. കർണുകാരനില്ല എന്ന് ആളുകൾ പറയും. ഒരു ദിവസം ചോദിച്ചപ്പോൾ കർണുകാരുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ കർണുകാരനുണ്ടില്ലേ? കർണിൽ നിന്ന് ആരാ ഉവൈസ് എന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ ഉവൈസ് ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. അദ്ദേഹം എവിടെ വെച്ചു? അദ്ദേഹം ഞങ്ങളുടെ ഒട്ടകങ്ങളെ മേയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒട്ടകങ്ങളെ കൂട്ടത്തിൽ വന്ന എല്ലാ കൂട്ടുകാരും ഒട്ടകങ്ങളെ മേയ്ക്കാൻ വേണ്ടി ഒന്നോ രണ്ടാളും തീരുമാനിക്കും. അതിലൊരാളാണ് ഉവൈസ് കർണൻ. അലി റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചേർന്ന് അവരെ കാണാൻ വേണ്ടി പോയി. ആ ഒട്ടകത്തിന് മേയ്ക്കുന്ന മൈതാനത്തിൽ ആദ്യത്തേക്ക് അവിടെ കണ്ടു. പേരൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉവൈസാണ് എന്റെ പേര്, കർണുകാരനാണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു ബഹുമാനം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പെട്ടെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാരാ നിങ്ങൾക്കറിയോ? ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് പറഞ്ഞു ദുആ ചെയ്യാൻ. ഉവൈസ് ഖർണി ചോദിച്ചു, അങ്ങക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമോ? അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യാം. അങ്ങ് അല്ലാഹുവിന്റെ നബിയുടെ സഹാബിയാണ്. ഉമർ ഫിൽ ജന്ന എന്ന് പറഞ്ഞാണ്. ഉമർ റളിയല്ലാഹു അൻഹു നല്ല നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കർണെന്നൊരു ഉവൈസ് വരും, ആ ഉവൈസിനോട് ദുആ ചെയ്യാം. ഇത് ശരിക്കും ബോധം ഉണ്ടാവല് അല്ലാഹുവിന്റെ ദീൻ പഠിക്കുമ്പോഴാണ്. എല്ലാത്തിനും എന്താ ബോധ്യപ്പെടുക? എല്ലാത്തിനും എന്താ മനസ്സിലാവുക? അവന്റെ ഉമ്മൻ എന്ത് മനസ്സിലാവും? അവന്റെ വാപ്പൻ എന്ത് മനസ്സിലാവും? അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവല് നമ്മുടെ മക്കൾ ദീൻ പഠിച്ചാലാണ്. തീർച്ചയായും ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ അവസ്ഥ എന്താണ്? നീ വാപ്പയൊക്കെ ഒറ്റക്കാണ്, നീ ഒക്കെ ഒറ്റക്കാണ്. ഞാൻ എന്നാൽ എന്റെ ഒരു കുടുംബത്തിൽ ഒരാൾ വിളിച്ചു ഒരു കാര്യം വരാം. രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ ഞാൻ വിളിച്ചു. ഭർത്താവൊക്കെ പറഞ്ഞു, ആരൊക്കെ ഉണ്ടെന്ന് വെച്ചു. ഒരാള് ഖത്തറിലാണ്, മോള് ഭർത്താവും. വേറെ ആളുള്ളത് പുറത്താണ്, ഡോക്ടറാണ്. വേറെ ഡോക്ടറാണ്, വേറെ ആകെ 3 കുട്ടികളാണ്. ഞാൻ 2 ആൾക്കാരും പുറത്താണ്. മോളാണെങ്കിൽ ഓള് ഭർത്താവായിട്ട് ഖത്തറിലാണ്. ഞങ്ങൾ 2 ആളും അപ്പോൾ നമ്മൾ ആലോചിച്ച് ഈ മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും ഇവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി എത്ര മെനക്കെട്ടുന്ന അദ്ദേഹം. എനിക്കറിയാം, ഒരു പ്രാവശ്യം ഗൾഫ് നിർത്തി വന്നതാണ്. ഗൾഫ് നിർത്തി വന്നു, നാട്ടിൽ നമുക്കൊക്കെ അവർ പഠിക്കാൻ പിന്നെയും പോയി. ആദ്യം സൗദി അറേബ്യയിലുണ്ടായിരുന്നു, പിന്നെ ഖത്തറിലേക്ക് പോയി. ഇന്ത്യയിൽ 10 കൊല്ലത്തോളം ജോലി ചെയ്തു. അതെന്തിനാണ്? അവരെ പഠിത്തം പൂർത്തിയാക്കാനാണ്. ഇന്ന് ഇവരൊക്കെ കല്യാണം കഴിച്ച് ഓരോരുത്തര ജോലി സ്ഥലങ്ങളിൽ നടക്കുന്നു. ഈ വാപ്പയും ഈ വീട്ടിലാണ്. ഒന്നും പറയാനും കൂടി പറ്റില്ല. കുട്ടികളല്ലേ, ഓരോരോ ജീവിതം ജീവിച്ചോട്ടെ എന്നാ പറഞ്ഞു. വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ വേറൊരു കുടുംബത്തിൽ ഇന്നലെ പോയി. ഒരു 80 വയസ്സിന് മുകളിൽ ഒരു 2 ആളുണ്ട് അവിടെ. ഭാര്യയും ഭർത്താവ് 2 ശ്വാസം കിടക്കാണ്. നമ്മൾ ആലോചിച്ചു മക്കൾക്ക് അള്ളാഹുവിനെ പരിധി. ഈ വീടൊക്കെ മാഷാ അല്ലാഹ് ദീനുള്ളവരാണ്. നമ്മളെ കാഴ്ചപ്പാട് ആ ദീനാണ് ഞാൻ പറയുന്നത്. ഒരു നാട്ടിലെ ദീനുണ്ടല്ലോ, എല്ലാവരും ആരും തിരിച്ചറിയാതെ പാപ്പനും വേണ്ടി എതിർക്കണമെന്നില്ല. ഉറക്കെ ഒരു ലെവലിൽ പോവാണ്. ഇതിന്റെ അമ്മയാണ്, ഇതിന്റെ വാപ്പയാണ്, ഇതിന്റെ ആശ്രമമാണ്. ഇതിന്റെ സാഹസങ്ങളെ പ്രയോഗം അതാണ്. നിന്റെ മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗമുള്ളത്. പാപ്പനെ പറ്റി പറഞ്ഞു, പിതാവ് നിന്റെ സ്വർഗത്തിന്റെ കവാടാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചോ, സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ പാഴാക്കട്ടെ. നല്ലൊരു സാഹസങ്ങളെ വാക്ക് അങ്ങനെയുണ്ട്. സാധാരണ പറയും നിന്റെ പിതാവ് സ്വർഗത്തിന്റെ വാതിലാണ്, നല്ലപോലെ നോക്കണം എന്നല്ല പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ അവന് സൂക്ഷിക്കട്ടെ, അല്ലെങ്കിൽ അവന് പാഴാക്കി കളയട്ടെ. പാപ്പനോട് മാന്യമായി നിന്നിട്ടില്ലെങ്കിൽ സ്വർഗം എന്ന് പറഞ്ഞ കെട്ടിടത്തിനുള്ളിൽ കയറാൻ പറ്റില്ല. കാരണം അതിന്റെ ഡോറ് വാപ്പയാണ്. ഇത് ബോധം ഉണ്ടായാൽ പൈസ അല്ല വലുത് എന്ന് ബോധം ഉണ്ടാവും. നമ്മളിപ്പോ പഠിപ്പിച്ചു കൊടുക്കണൊക്കെ പൈസ 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 നഹീത്തോ കൈസ, ഐസ നഹീത്തോ പൈസ. പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? പൈസ ഇല്ലെങ്കിൽ ആ പോളിസിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പൈസന്റെ പിന്നിൽ ഓടുകയാണ്. രാവും പകലില്ലാതെ ഓടുകയാണ്. പക്ഷെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എത്ര ത്യാഗം ചെയ്യുന്ന ആൾക്കാർ, എത്ര കഷ്ടപ്പെടുന്നു. 3 കൊല്ലം 4 കൊല്ലം ഇങ്ങോട്ട് വരാൻ പറ്റൂല. പോയാൽ അങ്ങനത്തെ ചില വിസക്കൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ നിന്നാൽ പിന്നെ 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ പോരാൻ പറ്റുള്ളൂ. എന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇരിക്കാൻ ആൾക്കാരുണ്ട്.
അവിടെ നിൽക്കരുത്. കാരണം അവിടെ പിയാറോ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റും. അതുകൊണ്ട് ദുനിയാവിന്റെ ഹരങ്ങളിലാണ്. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് എന്നോട് ചോദിച്ചു, നിങ്ങളെ വിസ എത്ര സമയത്തേക്ക് അടിച്ചു? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് 1 മാസത്തേക്ക് എന്നുള്ളതാണ്. അവർ ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ നോക്കുമ്പോൾ 3 കൊല്ലത്തേക്ക്. ഞങ്ങളോട് 3 കൊല്ലത്തേക്ക് വിസ ഒരാകെ നിങ്ങൾ 10 ദിവസം നിന്ന് പോവാണെന്ന് അവർക്ക് ഏറ്റവും വലിയ സങ്കടപ്പെടാൻ. ഓസ്ട്രേലിയയിലൊക്കെ ഒരു 3 കൊല്ലത്തെ വിസ ഇട്ടിട്ട് 10 ദിവസം നിന്ന് പോവാണ്. അവൻ എന്തിനാ പറ്റാന്ന് നടത്തിയില്ല. അവർ നമ്മളെ ഇത് അവിടെ നിൽക്കാനൊക്കെയുള്ള ഐഡിയ ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് 10 ദിവസം നിന്ന് ഇടഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന എന്തോ വലിയ സംഭവമാണ്. ഒറ്റ ടോയ്ലറ്റിലും വെള്ളമില്ല, ഒറ്റ ടോയ്ലറ്റ് വീട്ടിലില്ല. ഹോട്ടലുകള് ഒക്കെ പോട്ടെ, താമസിക്കുന്ന വീടുകളിലില്ല. കാരണം അവരുടെ മോഡൽ സ്ട്രക്ചർ വർക്ക് ചെയ്ത വീടുകളാണത്. എന്നാ വെള്ളത്തിന് ഓസ്ട്രേലിയയിൽ ഒരു ടൈറ്റും ഇല്ല. അവരെ കൾച്ചർ തന്നെ പേപ്പർ ഇല്ലാതെ നടക്കൂല. ഞാൻ പറഞ്ഞു ഇവിടെ ജീവിക്കണ പേപ്പർ വേണം. 1 ഡോളറിന്റെ പേപ്പർ വേണം, 2 ടോയ്ലറ്റ് പോകേണ്ട പേപ്പർ വേണം. ഞാൻ തമാശക്ക് ഇങ്ങനെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളോട് മലയാളികളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു, ഇവിടെ 2 പേപ്പർ ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരാൾ പറഞ്ഞു, ഇവിടെ കോവിഡ് എന്നൊക്കെ ഏറ്റവും പ്രശ്നം ഉണ്ടായിരുന്നത് ടോയ്ലറ്റ് പേപ്പറിന്റെ വിഷയത്തിലേക്ക്. അവർക്കൊക്കെയാണ് നമ്മൾ പാനി കയറാൻ ശ്രമിക്കുന്നത്. സംസ്കാരം തലമുറകൾ നശിക്കണം. എന്നിട്ട് വാപ്പാനോട് മലപ്പുറത്തും വടകരയിലും കോഴിക്കോടൊക്കെ നിന്നിട്ട് പറയണം, എന്റെ മോൻ കാനഡയിലാണ്, എന്റെ മോൻ ഓസ്ട്രേലിയയിലാണ്. ഭയങ്കരമാണ്, ഭയങ്കരമാണ്. അതൊക്കെ ഭയങ്കര അഭിമാനത്തിൽ പറയണം. UK യിലാണ്. എന്ത് UK? അവിടെ ഏതോ മാതാമല്ലി വയസ്സായാലും കാലൊക്കെ കഴുകി കൊടുത്ത് ശരീരമൊക്കെ കുളിപ്പിച്ച് ഡോളർ വാങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ ആചാരം മോനെ ആചാരം ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. എന്താ അതിന്റെ ഗതികേട് നിങ്ങൾക്കറിയാം? മക്കൾക്ക് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കേണ്ട പഠിപ്പിക്കില്ല. ഇനി ഇതിനേക്കാളും വലിയ അധപ്പതനത്തിലേക്കാണ് നാട് നീങ്ങി കൊടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പറഞ്ഞാല് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കറിയാം. കാരണം നമ്മളെ തലച്ചോറിനോട് കേട്ടിട്ടുണ്ട്. ഭൗതികതയിലേക്ക് ജീവിക്കാൻ കഴിയില്ല. ആരാ അത് പറഞ്ഞത്? റിസ്കിന്റെ ഉത്തരവാദിത്തം അള്ളാഹുവിലാണെന്ന് മുഅ്മിൻ വിശ്വസിക്കണം. കാരണം റാസിഖ് അള്ളാഹുവാണ്. ഭൂമി മുഴുവൻ ഇരുമ്പിൻ്റെതും ആകാശം ചെമ്പിൻ്റെതാണെങ്കിലും ഇനി എന്റെ റിസ്കിന്റെ കാര്യം എന്താവും എന്ന് ചിന്തിച്ചാൽ മുൻനിഫാഖിൽ. കാരണം എന്റെ അള്ളാഹ്ക്ക് ഭൂമിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. അവനാണ് റാസിഖ്, അവൻ റസ്സാഖാണ്. وفي السماء رزقكم وما توعدون فورب السماء والارض انه لحق مثل ما انكم تنطقون. ഖുർആൻ وفي السماء رزقكم ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാവുന്നതാണ്. وفي السماء ആകാശത്തിലാണ്, റിസ്ഖുക്കും നിങ്ങളുടെ റിസ്ക്. وفي السماء رزقكم وما توعدون നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതും ആകാശത്തിലാണ്. فورب السماء والارض ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ തീർച്ച അത് ഹഖാണ്. കാരണം നിങ്ങൾ ആകാശത്തിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. കാര്യമുണ്ട്. അതുകൊണ്ട് റബ്ബുൽ ആലമീനായ അല്ലാഹു സത്യം ചെയ്യാണ്. ഫറബ്ബിസ് സമാഇ വൽ അർദ് ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബ് തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖുൻ തീർച്ച അത് ഹഖാണ്. മിഥ്ല മാ അന്നകും തൻതഖൂൻ നിങ്ങൾ സംസാരിക്കുന്നത് എപ്രകാരം സത്യമാണോ അപ്രകാരം സംസാരിക്കാൻ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വന്നോണ്ട് ഈ ആയത്തോന്നോ ആ ആയത്തോന്നൊന്നും ഞാൻ ആലോചിച്ച് വന്നതല്ല. ഇതിങ്ങനെ വന്നുകൊടുക്കാണ്, ഞാൻ അങ്ങനെ പറഞ്ഞുകൊടുക്കുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ് പറയും. സംസാരിക്കുന്നതിനിടയിൽ ഇംഗ്ലീഷ് പറയും. നമുക്കെന്നെ അറിയില്ല ഇംഗ്ലീഷ് പറഞ്ഞില്ല. അതങ്ങനെ വരികയാണ്, അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലെ നിങ്ങളെ റിസ്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പേരിൽ നിങ്ങൾ എന്നെ തിന്നു. നിങ്ങളുടെ ഉപജീവനം തീരുമാനിക്കപ്പെട്ടതാണ്. പിന്നെ എന്തിനാ പേടിക്കേണ്ടത്? നമ്മൾ ഉണ്ടാക്കേണ്ടത് ഈമാനാണ്, അമലുകളാണ്. അതിനുള്ള വഴിയാണ് ഖുർആന്റെ ഇൽമ്, ഹദീസിന്റെ ഇൽമ്. അത് മക്കളെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മദ്രസകൾ. മദ്രസകൾ ഇതിന്റെ ഇതിന്റെ കോട്ടയാണ്, ഈമാനിന്റെ കോട്ടയാണ് മദ്രസകൾ. അതുകൊണ്ട് മദ്രസകളെ സംരക്ഷിക്കണം, അതിനെ നിലനിർത്തണം. ഇതിന്റെയൊക്കെ ഗുണപ്പ് നമുക്ക് മനസ്സിലാവില്ല. 1 വയസ്സാവുമ്പോ വേഗം മനസ്സിലാവും. അന്ന് കൈ പിടിക്കാൻ ഈ മോൻ ഉണ്ടാവും, താങ്ങി പിടിക്കാൻ ഈ മോൻ ഉണ്ടാവും. വിദേശ രാജ്യത്ത് ഫാമിലിയിൽ താമസിക്കുന്ന, സൗദി അറേബ്യയിൽ റിയാദിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലി. ഞാൻ റിയാദിൽ പോയപ്പോ അദ്ദേഹം എന്നോട് എനിക്കൊരു കാര്യം മസൂരുണ്ട്, എപ്പോഴാണ് വരുന്നത് ചോദിച്ചു. ഒരു ടൈം ഉണ്ട്, ആ സമയത്ത് വന്നു. ഞാൻ വെച്ച് വേറെന്തോ കച്ചവടത്തിന്റെ കാര്യമൊക്കെ. അദ്ദേഹം പറഞ്ഞു, ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മാത്രം അപ്പൊ നാട്ടിൽ, പെങ്ങളുണ്ട് അവിടെ. ഇപ്പൊ പെങ്ങളെടുക്കാനുണ്ടാവില്ല. സത്യത്തിൽ ഈ ഉപ്പാണ് നോക്കാനുള്ള കടമുണ്ടല്ലോ, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചതല്ലേ. ഞാൻ ഉപ്പനെ വിസ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. ഉംറയൊക്കെ ചെയ്തു വന്നു. റിയാദിൽ ഇവിടെ കുറച്ച് സമയം
ഉപ്പ കുറച്ച് പ്രായമുള്ള ആളായതുകൊണ്ട് ഉപ്പന്റെ വീടിന്റെ അടുത്തുള്ള പള്ളി, അതിന്റെ അടുത്തുള്ള ചായപ്പീടിയ, അതിന്റെ അടുത്തുള്ള ആൾക്കാർ, അതൊക്കെ ഉപ്പന്റെ ആഫിയത്ത്. ഇപ്പൊ അവരോടൊക്കെ സംസാരിക്കും, വർത്താനം പറയണം. ഇവിടെ ഇങ്ങനെ ഈ കൂട്ടിനിട്ട പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. കഷ്ടിച്ച് 3 മാസം ഇങ്ങനൊക്കെ നിന്നതാണ്. ഇപ്പൊ പിന്നെ ജയിലിൽ ചാടണമായിരുന്നു, ചാടിപ്പോയാണ്. അപ്പൊ തങ്ങളെടുത്തുണ്ട്, നമുക്കാണല്ലോ നോക്കാൻ പറ്റാറ്. ഞാൻ വീട്ടിൽ മസൂർ ചെയ്തിരുന്നു. അപ്പൊ മക്കൾക്കൊന്നും അത്ര താല്പര്യമില്ല അങ്ങോട്ടേക്ക് പോകാൻ. എന്താ ചെയ്യേണ്ടത്? എന്റെ ഇസ്ലാമികമായ എന്റെ ബാധ്യത എന്താണ് അതെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. നമ്മൾ പൈസക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വന്നതാണ്. ഉമ്മാനെയും വാക്കിനെയും നോക്കാനാണ് നമ്മളെ പരിപാടി. കുറച്ച് കാലം ഒരു സമ്മേളനം അനുഭവം ഞാൻ അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ തീരുമാനമെടുത്തു. ഞാൻ വിസ വർഷങ്ങളായിട്ട് മൂപ്പർ അവിടെ ഉള്ള ആളാണ്. വർഷങ്ങളായി 10-30 കൊല്ലത്തോളായിട്ട് അയാളാണ്. ഈ വാപ്പരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം. അത് അയാളെ പ്രേരിപ്പിച്ച ഘടകം അള്ളാഹുവിന്റെ വിശ്വാസം ദീനുമാണ്. ബാക്കിയുള്ളത് എന്താ ചിന്തിക്കാം? എന്തെങ്കിലും പൈസ കടച്ചിട്ട് ഏതെങ്കിലും വൃദ്ധസദനത്തിലോ അല്ലെങ്കിൽ സർവന്റിനൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും. കാര്യമില്ല. നമ്മളോട് ബാധ്യത ഉണ്ടത്. ഈ കുട്ടിയുടെ ദീൻ കിട്ടിയ അവർക്ക് മനസ്സിലാവും എന്റെ സ്വർഗം എന്റെ അമ്മയാണ്, എന്റെ വാപ്പയാണ്. മനുഷ്യരോടുള്ള പെരുമാറ്റം അങ്ങനെ തന്നെ. അതുകൊണ്ട് സാധാരണ ദുനിയാവിൽ ഒരു ഓട്ടം പുറത്തും പറ്റില്ല. അങ്ങനെ ധൈര്യത്തിൽ നിന്നുണ്ട്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം, മക്കളെ ഹാഫിലീങ്ങളാക്കണം, ആലിമീങ്ങളാക്കണം. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ മക്കളും നമ്മളെ പേരക്കുട്ടികളും ഒരുപാട് തലമുറ ഹാഫിലീങ്ങളും ആലിമീങ്ങളും നമ്മുടെ ജനാവസ്ഥാനത്തിൽ നമുക്കൊരു ദുആ ചെയ്യാനും നമുക്ക് വേണ്ടി കരയാനൊക്കെ ഉണ്ടാവും. നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാനുണ്ടാവും. അല്ലാതെ വേറെ എന്താ കാര്യം? നമ്മളെ മക്കളെ അത് പഠിപ്പിച്ചു, ഇനി അവരവരെ മക്കളെ പഠിപ്പിക്കും. കാലം കഴിയുമ്പോഴും ഈമാനും അമലൊക്കെ പുറത്തോട്ട് പോവാൻ നമ്മളെ മക്കളിലുള്ള ദീന് ഇനി അവരെ മക്കളിലുണ്ടാവും. അതുകൊണ്ട് മക്കളെ ആലിമ്യങ്ങളാക്കും, ആചരണങ്ങളാക്കും. അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ഈ ഒരു സദസ്സ് വിളിച്ചു കൂട്ടുന്നതന്നെ ഇതിന് വേണ്ടിയിട്ട. നമ്മളെ മക്കളുടെ കാര്യത്തിൽ ഒരു നിലപാടോട് കൂടി തീരുമാനിക്കണം. ചിലരിങ്ങനെ 2 ഘട്ട നിലയിൽ, അതെന്തായാലും 2 ഘട്ട നിലയിൽ നിന്ന് ആരും ചിലരുടെ വാർത്ത ഈ കുറച്ച് ദുനിയാവും ഭയങ്കര സംഭവം നേരിട്ടില്ല, കുറച്ച് കുറച്ചൊക്കെ പഠിപ്പിച്ച് പിന്നെ അവൻ ആര്യമാക്കാൻ നോക്കും. ഓൻ കോളേജ് അകത്ത് പോയാൽ റാഹത്തായിട്ട് പോകും. പിന്നെ ഇയാൾ വിളിച്ചാലും ഓനെ കിട്ടും. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ഇയാൾക്ക് വേഗം മനസ്സിലാവും എന്ത് ചെയ്യാൻ. അന്ന് ഇയാൾ വിരല് കഴിക്കാൻ യാതൊരു കാര്യം. അതുകൊണ്ട് ഈ ഹാഫിലിങ്ങളോടും ഉമ്മനോടും വാപ്പനോടും പറയാം, ഇവരെ നിങ്ങൾ തുടർന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ അറിവ്, ഖുർആനിന്റെ ഹദീസിന്റെ ഇൽമ്, നഹ്വിന്റെ അറിവിലും അറബി ഭാഷയുടെ ഗ്രാമറുകൾ അതൊക്കെ പഠിച്ചിട്ട് ഖുർആനും ഹദീസൊക്കെ മനസ്സിലാക്കുന്ന ആലിമീങ്ങളാക്കുന്ന വഴിപടി ഞാൻ നിങ്ങളോട് വാക്ക് പറയാൻ നിങ്ങൾ മക്കൾ പറയാം. ഇല്ലെങ്കിൽ ഇന്നത്തെ ക്യാമ്പസുകളുടെ അവസ്ഥ ഹാഫിളാണെന്ന് പറഞ്ഞ കാര്യമില്ല. ക്യാമ്പസുകളെത്തിയാൽ അതെല്ലാം ഫുള്ള് തീരും. ക്യാമ്പസുകൾക്ക് അത്ര അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്കൂളോ ഇംഗ്ലീഷോ ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിച്ചു ഒരു ബേജാറാവണ്ട. ഒരു പോകാനുള്ളൊത്ത് ഒരു യാത്ര ചെയ്യാനുള്ളൊത്തൊക്കെ ഒരു യാത്രയും ഒരു സംശയം വേണ്ട. അമേരിക്കയിൽ വിസയുള്ള എൻ്റെ ഒരു കൂട്ടുകാരന് ഈ സമയത്ത് യാത്രക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസ ഉണ്ട്. അമേരിക്കയിൽ വിസ ഉണ്ട്, പല സ്ഥലത്ത് ബിസിനസ് ഉണ്ട്, ഫുൾ ബാങ്ക് ബാലൻസും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആ സാധനം ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. ന്യൂസിലാണ്ട് ഇതൊന്നുമല്ല. നിങ്ങളെ കണ്ടവന്റെ പുറത്ത് വെച്ച് എങ്ങനെയും നമ്മളൊക്കെ പോകും സംഭവം വിചാരിക്കാം. ഒരു സംഭവവും ഇല്ല. ദീനിന്റെ മുകളിലേക്ക് ഒരു സംഭവം ലോകത്തില്ല. അത് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കണം. ഇത് മൊത്തം നിയന്ത്രിക്കുന്ന ആളെന്ന് നോക്കണം. മൊത്തം നിയന്ത്രിക്കുന്ന ആളെന്ന് നോക്കണം. അമേരിക്കയിൽ കഴിഞ്ഞ പ്രാവശ്യം സമ്മേളനം ഉണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത സമയത്ത് സമ്മേളനം ഉണ്ടായപ്പോൾ കോഴിക്കോട് ഡൽഹിയിൽ നിന്നുള്ള ഒരു കോഴി കച്ചവടക്കാരുണ്ട്. സാധാ ഫോണാണ് ആ ഡയൽ ചെയ്ത്, സ്മാർട്ട് ഫോണും കൂടി ഇല്ല. അയാളെ ഇന്റർവ്യൂ വിസയുടെ ഇന്റർവ്യൂക്ക് ചോദിച്ചപ്പോൾ അയാൾ എന്താ അവിടെ ഒരു സമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞു. ആരും പറഞ്ഞു, എന്റെ ഉസ്താദ് പറഞ്ഞു. അമേരിക്കൻ എംബസിയിൽ ഇന്റർവ്യൂല് പറയല്ലേ, എന്റെ ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ തന്നെ എന്താ ഞാൻ പുറത്തുനിന്ന് പോയി കാണാൻ വിചാരിക്കില്ല. അപ്പൊ ഇയാളെ ഫോണ് അയാൾ പറഞ്ഞു ചില അത്യാവശ്യമൊക്കെ ഉണ്ട്, സമയം നോക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ നടത്തി വലിയ വലിയ ആൾക്കാരാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിസക്ക് അപേക്ഷ കൊടുത്തിട്ട് കിട്ടി.
നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു മാനദണ്ഡവും ഇല്ലവായി. അള്ളാഹു താല ഒരു മനുഷ്യന് ദുനിയാവ് കൊടുക്കാനാണെങ്കിൽ എത്ര അമേരിക്കയിലെ മറ്റേ യൂറോപ്യൻ കൺട്രിയിൽ ഒരാൾ ഒരു ഇതിട്ടുണ്ട്, എന്റെ ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങുന്ന പിന്നെ ആളായി. അയാൾ ഇന്നൊരു കമ്പനിന്റെ MD ആണ്, കമ്പനിന്റെ MD ആണ്. ആ കമ്പനിയിൽ അയാൾക്ക് ഇത്ര $, സാലറി. ഞാൻ ആ ക്ലാസ്സിൽ ഇത്ര ശതമാനം പഠിക്കുന്ന ആളെ എന്ന് വെച്ചാൽ കുറച്ച് ബാക്കിലാണ്, പക്ഷെ ആ കമ്പനി എന്റേതാണ്. ഇത് മനസ്സിലായി? എന്റെ ക്ലാസ്സിൽ പഠിച്ച ഫസ്റ്റ് റാങ്ക് ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, അയാൾക്ക് ഇത്ര സാലറി ഉണ്ട്. ഞാൻ ആ ക്ലാസ്സിൽ ഇത്ര സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നത്, പക്ഷെ ഇന്ന് എന്റെ അവസ്ഥ ആ കമ്പനി എന്റേതാണ്. ദുനിയാവാണ്. ആളെ പേര് ഞാൻ പറയാൻ പറ്റിയൊരു സ്ഥലമല്ലാത്തോണ്ട് പറയാൻ, അയാളാണല്ലോ, അവന്റെ പേരൊന്നും കൂടെ പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദുനിയാവ് അത് ഒന്നും വിദ്യാഭ്യാസത്തിന്റെ പേരിലല്ല. അതുകൊണ്ട് ദീൻ കൊടുക്കുകയും എന്തായാലും നമ്മൾ രക്ഷപ്പെടും. ഇനി അടുത്ത ട്രെൻഡ് നോക്കുകയാണെങ്കിലും ദീനുള്ളവന്റെ ട്രെൻഡാ വരാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും സമാധാനം ഉണ്ടാവില്ല. മയക്കുമരുന്നൊക്കെ അടിച്ചിട്ടുള്ള സമാധാനം പോയി തുടങ്ങി. ആകെ എല്ലാവരും ടെൻഷനിലാണ് തുടങ്ങി. അതുകൊണ്ട് മക്കളെ ഹാഫിലിങ്ങളാക്കി, ആലിമീങ്ങളാക്കി. ഒലമാക്കളോട് പറയുന്നത്, ഞാൻ സ്ഥലത്ത് വാങ്ങുന്ന സമയത്ത് ഇതേപോലെ വോട്ടിട്ട് നിന്ന സമയത്ത് സയ്യിദ് അഹമ്മദ് ഫാറൂഖി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിനൊക്കെ പറഞ്ഞ വിശാലാക്കുന്നത്, അദ്ദേഹം സംസാരിക്കുന്നു. നമ്മുടെ സന്താന സമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ആലിമിന്റെ സനതല്ല തരുന്നത്. നമ്മൾ കുറെ ആലിമിന്റെ സനതല്ല തരുന്നത്, ആലത്തിന്റെ സനതാണ് തരുന്നത്, ഉപകരണത്തിന്റെ. നമ്മൾ സാധാരണ രീതിയിൽ കർഷകന്റെ ആലത്താണ് കൈക്കോട്ട്, പിക്കാസ്, കത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ. കർഷകൻ വർക്ക്ഷോപ്പ് ടൂൾ ഉണ്ടാവും, സ്പാൻഡർ, പ്ലെയർ അങ്ങനത്തെ തുടങ്ങിയ സാധനങ്ങൾ. ഇലക്ട്രീഷ്യൻ അതിന്റെ ടൂൾ ഉണ്ടാവും. ഇതേപോലെ ഇൽമ് കരസ്ഥമാക്കാനുള്ള ടൂൾ അതാണ് നിങ്ങൾക്ക് നൽകിയത്. നഹ്വ്, സർഫ്, ബലാഗ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇത് ഇൽമ് പൂർത്തിയായി വിചാരിച്ചേക്കരുത്. ഇൽമ് ഇനി നിങ്ങൾ മൈതാനത്ത് നിന്ന് വാരിക്കൂട്ടാനുള്ളതാണ്. ലൈബ്രറികളും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ആവശ്യമുള്ള ഇൽമ് അനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഉണ്ടാക്കണം. അതുകൊണ്ട് ഇൽമ് 100 ആക്കണം, ഇൽമ് 100 ആവണം. ഇൽമ് ഒരു സ്വർണത്തിന്റെ കട്ടയാണെങ്കിൽ അതിനെ ആഭരണമാക്കിയാലേ ആളുകൾ അണിയുള്ളൂ. നെറ്റിപ്പട്ടം, ചെയിന്, വള ഇതൊക്കെ ആവുമ്പോഴാണ് സ്ത്രീകൾ അത് കയ്യിൽ കാലിലൊക്കെ ഇട്ട് നടക്കുള്ളൂ. അതിന് വരണ്ടാവുള്ളൂ, അതേ ആൾക്കാരൊക്കെ അറിയുള്ളൂ. ഇതേപോലെ നമ്മുടെ ഇൽമിനെ 100 ആക്കാനുള്ള വഴിയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടുക. ഉമിയിലിട്ട് ചൂടാക്കി അതിനെ സ്വർണ്ണപ്പണിക്കാരൻ അയാളുടെ ചുറ്റിലുകൊണ്ട് അടിച്ചു പരത്തി അതിനെ വളയും മാലയൊക്കെ ആക്കുന്നത് പോലെ ഈ ചൂളയിൽ പോകാനുള്ളവരാണ്. ദാവത്തിന്റെ വഴിയിൽ ഉമ്മത്തിന്റെ ഇടയിൽ ഇറങ്ങി നമ്മുടെ ആ അവസ്ഥകൾ, കറകൾ കഴുകി നമ്മൾ പ്രകാശിക്കുന്ന ഉലമാക്കളായി മാറും. അതുകൊണ്ട് ദാവത്തിന്റെ മൈതാനിൽ സജീവമായ ഉമ്മത്തിനോട് ദീനിന്റെ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് സമൂഹത്തിന് ഉലമാക്കളെ ഏൽപ്പിച്ചു കൊടുക്കാൻ. അതിനൊക്കെ വഴി കാണിക്കാനുള്ള ആൾക്കാരാണ് ഇവർ. നമുക്ക് വഴി അറിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെ വഴി അടിക്കും? മദ്രസയിലേക്ക് വരാനുള്ള വഴിയടിയുന്ന ഒരാൾക്ക് കണ്ട് മദ്രസയ്ക്ക് വരാനുള്ള ഒരാളെ ബൈക്കിന്റെ ബാക്ക് വരാൻ പറഞ്ഞു. അവൻക്ക് വഴി അറിയില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? എന്റെ ബാക്കിൽ വന്നോടി അതിന്റെ അവൻ പറയാതെ വഴിക്ക് പോയാൽ. അതുകൊണ്ട് നമുക്ക് വഴി അറിയണം. വഴി അറിയാൻ ഉമ്മത്തിന്റെ ഇടയിൽ ഇറങ്ങുമ്പോൾ അള്ളാഹു തആല വഴി കാണിച്ചു തരും. നമ്മളെ കൊണ്ട് അനേകായിരങ്ങൾ ഹിദായത്തിന്റെ വാതിലുണ്ട്. അതുകൊണ്ട് ദഅവത്തിന്റെ, തബ്ലീഗിന്റെ മുബാറക്കായ പരിശ്രമത്തിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നവരാണ്. ഈ മദ്രസൊക്കെ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യവും അതാണ്. അല്ലാതെ വേറെ ഇൽമു കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ബഹുഭാഷാ പണ്ഡിതരാക്കി ലോകത്തിന്റെ മുമ്പിൽ വലിയ വലിയ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് മദ്രസകൾക്ക് വലിയ വലിയ പേരുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഉലമാക്കളെ അല്ല ഈ മദ്രസയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ മദ്രസന്റെ അസ്ഥിവാരങ്ങളും ഇതിന്റെ പിന്നിൽ പണിയെടുത്തവരും ആഗ്രഹിക്കുന്നത് നരകത്തിന്റെ കത്തിച്ചൊലിക്കുന്ന തീനാളങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സാദാസീതാ മനുഷ്യൻ അവളുടെ കൈക്ക് പിടിച്ച് ഗലികളിൽ, കമ്പോളങ്ങളിൽ, ഇടവഴികളിൽ, കടകളിൽ, വീടുകളിൽ ഈ ഉമ്മത്തിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഉമ്മത്തിലെ ഉലമാക്കൾ പോയി അവരെ കൈക്ക് പിടിച്ചിട്ട് അവരെ സ്വർഗത്തിന്റെ വഴിക്ക് എത്തിക്കണം. അതിനു പറ്റിയ ഉലമാക്കളെ വാർത്തെടുക്കണം. ഇതാണ് ഈ സ്ഥാപനം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഒരു കുറവുമില്ല, ഒരു കുറവുമില്ല. ഈ സ്ഥാപനം കൊണ്ട് ആഗ്രഹിക്കുന്നതെന്നാണ്. അതുകൊണ്ട് നമ്മൾ ദഅവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മുടെ ജോലിയാണെന്ന് മനസ്സിലാക്കണം. ഇത് വേറെ ആരും അവൻ നമ്മളെ ബഹുമാനിച്ചാൽ തിരക്കല്ല, ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ തിരക്കണ്ട. ഇതെന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്.
നബിമാരുടെ അനന്തരവാസികളാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ ഫഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വലാകിൻ വറസഹുൽ ഇൽം. നബിമാരുടെ വാരിസ്യങ്ങളാണ് ഉലമാക്കൾ. നബിമാരെന്താണോ ചെയ്തത് അത് ചെയ്യാൻ ആൾക്കാരാണ്. നബിമാരുടെ സ്ഥാനങ്ങൾക്ക് മാത്രം വരാത്തല്ല, നബിമാരുടെ ഏറിന്റെ വാരിസ്യങ്ങളാണ്. നബിമാർ കേറ് കൊണ്ടിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പച്ചക്ക് ആൾക്കാർ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ومنهم من سفر على وجهه ومنهم من شتمه ومنهم من حط عليه التراب. തങ്ങളുടെ മുഖത്തേക്ക് നേരെ തുപ്പിയവർ. എന്നിങ്ങളിൽ മൂത്തുന്ന ആൾക്കാർ അങ്ങനെ ഒന്നും ചെയ്യില്ല. നമ്മൾ ഒറ്റ കാലയ്ക്ക് ഒരു പ്രകാശം ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്ന ഒരു മുഖത്തേക്ക് തുപ്പാനാക്കാൻ തോന്നുക. നിങ്ങൾ ഒറ്റ കാലയ്ക്ക് ഒരു ചന്ദ്രനേക്കാൾ പ്രകാശിക്കുന്ന ഒരു മുഖത്തേക്ക് തുപ്പാൻ ആർക്ക് സാധിക്കും? ഇല്ല. ومنهم من سفر على وجهه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് ആൾക്കാർ തുപ്പിയിട്ടുണ്ട്. ഈ പണിക്കിറങ്ങും അതിലുണ്ടാവും. ഇത് പഠിപ്പിക്കാനാണ്. പട്ടിണി ഈ പണിക്കിറങ്ങുന്നവരെ കൂടെ ഉണ്ടാവും. അവഹേളനം ഈ പണിക്കിറങ്ങുന്നവരെ കൂടെ ഉണ്ടാവും. മജ്നൂൻ, ഭ്രാന്തൻ എന്ന് വിളിക്കും ആൾക്കാർ മുഴുവൻ നബിമാരെ വിളിച്ചിട്ടുണ്ട്. അവർ മജ്നൂനാണ് ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷേ അതെന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഈ പണി എന്റെ ജോലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവം സഹിപ്പിച്ചത് തന്നെ അല്ലാഹു തആല ഇതിനു വേണ്ടിയിട്ടാണ്. തങ്ങളുടെ ഒരു ഉമ്മത്തിക്ക് തോന്നരുത് ഞാനാണ് വലിയ കഷ്ടപ്പെട്ട ആള്, നിനക്കൊരു കഷ്ടപ്പാടുണ്ടാവുമ്പോ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ കഷ്ടപ്പാടൊന്നുമല്ല, നമ്മുടെ പ്രയാസങ്ങളൊന്നുമല്ല. അതുകൊണ്ട് ഉമ്മത്തിൽ ത്യാഗം ചെയ്ത് ഉമ്മത്തിന്റെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് നമ്മൾ അവരെ അള്ളാഹുവിലേക്കും അവരുടെ ശരിയായ ദീനിലേക്കും വിളിക്കുക. ഇത് നമ്മുടെ ജോലിയാണ്, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മസ്ജിദുൽ നബവിയിൽ വാർത്തെടുക്കപ്പെട്ട മുഴുവൻ സഹാബാക്കൾ അവർ ചെയ്ത ജോലിയാണ്. 1.25 ലക്ഷത്തോളം വന്ന സഹാബാക്കളിൽ 12,000 അല്ലെങ്കിൽ 10,000 സഹാബാക്കളുടെ ഖബറുകൾ ഹിജാസ് മുഖദ്ദസയിലുള്ളത്, മക്ക മദീന തുടങ്ങിയ പ്രദേശങ്ങളിൽ ദീൻ എത്തിച്ചു കൊടുത്ത് അവരെ നരകത്തിലെ തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കാനുള്ള പണിക്ക് വേണ്ടി യാത്ര ചെയ്തു. ആ നാടുകളിൽ അവരുടെ ഖബറുകളായി മാറി. അതുകൊണ്ട് ഈ ഒരു ഉത്തരവാദിത്തം പേറിയിട്ടായിരിക്കണം നമ്മൾ ഈ മദ്രസയുടെ പടിയിറങ്ങേണ്ടത്. ഈ മദ്രസ സ്ഥാപിക്കപ്പെട്ടത് അതിനാണ്. ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ ബാക്കിയുള്ള ഇതിന്റെ നടത്തിപ്പുകാരും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ ഉലമാക്കളായ സഹോദരങ്ങളോടുള്ള ഏക അപേക്ഷ, ഈ ഉമ്മത്തിൽ ഇന്ന് ആകെ കുറവുള്ളത് ഈ ഉമ്മത്തിന്റെ ഇടയിലേക്ക്, സാദാസീദാ മനുഷ്യരിലേക്ക്, ഇടവഴികളിലും കടകളിലേക്കും കമ്പോളങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവരുടെ കൈപിടിച്ച് സ്നേഹത്തോടെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് അവർ മസ്ജിദുകളിലേക്ക് എത്തിച്ച് അള്ളാഹുമായി പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഉലമാക്കളുടെ കമ്മിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. സദസ്സിലുള്ള മുഴുവൻ ആൾക്കാരോടും പറയേണ്ടത്, നിങ്ങളുടെ മക്കളെ ഒരു 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സാകുമ്പോഴേക്കും ഏതെങ്കിലും മദ്രസയിൽ നിങ്ങൾ അടുത്തുണ്ട്, മദ്രസകളിൽ പോയി അവിടുത്തെ ഉസ്താദുമാരെ കണ്ട് മക്കളെ അവിടെ ചേർത്തുന്ന കാര്യത്തിൽ ദൃഢനിശ്ചയത്തോടു കൂടി തീരുമാനിക്കണം. സംശയിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. തീരുമാനിക്കുക, എന്റെ മകൻ ഞാൻ ഹാഫിദാവും, അതിന്റെ പേര് വരുന്ന നഷ്ടം ലാഭം എന്തായാലും കുഴപ്പമില്ല എന്ന ഉറച്ച നിലപാടിൽ മക്കളെ കൊണ്ടുപോയി ചേർത്ത് അവരെ ആലിമാക്കാനുള്ള ശ്രമം നടത്തണം. ഇനി വരാൻ പോകുന്ന കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ആലിമായാലേ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഇന്നത്തെ സാധാരണക്കാരന്റെ സ്ഥാനത്തേക്ക് കുറച്ചു കാലം കഴിഞ്ഞ ആലിമികൾ എത്തും. ഇന്നത്തെ സാധാരണക്കാരൻ ഇന്നത്തെ ഏതെങ്കിലും ഏറ്റവും താഴ്ചയുള്ള ഈമാന്റെ ബലഹീനതന്റെ അങ്ങേയറ്റത്തിലുള്ളടത്തേക്കാണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈമാന്റെ സത്ത് അതിങ്ങനെ താഴ്ത്തി പോവാൻ. അന്നൊരു പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളെ മക്കളിൽ ഇൽമുണ്ടാവണം. ഇല്ലെങ്കിൽ എത്ര ഇൽമുള്ള ആളെ മക്കൾ കേടുന്നു, അതിൽ സംശയിക്കണ്ട. ഈ ഓസ്ട്രേലിയയിലൊക്കെ സംഭവിച്ച കഥകളതാണ്. ഞാൻ ഓസ്ട്രേലിയയിലുള്ള മലയാളികൾ കൂടുതൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറാൻ നോക്കിക്കൊള്ളി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ തലമുറ കരിമേലുണ്ടാവും, നിങ്ങളുടെ മക്കൾ കരിമേലുണ്ടാവില്ല. 3/4 അല്ലെങ്കിൽ അതിനേക്കാളും മുട്ടുമറയാത്ത ട്രൗസർ ഇട്ടിട്ട് കുറെ ചെറുപ്പക്കാർ അവിടെ ഇവിടെയൊക്കെ കണ്ടു. സൂപ്പർ മാർക്കറ്റിൽ ഞാൻ നിങ്ങളത് ഒരു സാധനം വാങ്ങാൻ പോയപ്പോൾ ഞങ്ങളൊരു 3 ആൾക്കാർ ഇങ്ങനെ ജിബി തൊപ്പിയൊക്കെ ഇട്ടാള് അവിടെ ഇങ്ങനെ കണ്ടു. വളരെ വിരളായിട്ട് കിട്ടുന്ന സാധനങ്ങളാണിത്. അവരൊരാള് അസ്സലാമു അലൈക്കും ആ സലാം കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലായി ഇതേതോ അറബി വംശജനാണ്. സംസാരിച്ചു നോക്കുമ്പോൾ ലബനാനീസ്. സത്യത്തിൽ അവരെയൊക്കെ ദീൻ പോയി. കാരണം ഓരോ വല്യാപ്പേട്ടം വന്നതാണ്. അവരൊക്കെ വന്നിപ്പോ ഓസ്ട്രേലിയൻ കൾച്ചറിലെത്തി. മദ്രസകളില്ല, ദീനില്ല, ഒന്നുമില്ല. മദ്രസകളൊക്കെ ഓസ്ട്രേലിയയിലുണ്ട്, പക്ഷെ അവിടെ നിന്ന് എത്തിപ്പെടില്ല. പൊതുവായ തരംഗം അതായി മാറി.
അങ്ങനെ മക്കൾ മുർത്തദ്ദാവുന്ന അവസ്ഥയ്ക്ക് എത്താൻ. ആ അവസ്ഥ താമസം വിന വിദ്യാഭ്യാസത്തിന്റെ അതിപ്രസരണം വഴിയായി നമ്മുടെ നാട്ടിലെത്തും. ഇന്നത്തെ തിന്മന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. മുമ്പൊക്കെ വടകര അയിനിക്കാട് തിന്മണ്ടാണെങ്കിൽ മാക്സിമം വടകരുള്ള തിന്മ ഉണ്ടാവും. ഇന്നതല്ല, അമേരിക്കയിലുള്ള തിന്മ അയിനിക്കാടുണ്ടാവും. കാരണം അങ്ങനത്തെ സെറ്റപ്പുകളാണ് നമ്മുടെ കൈമല്ല്. ലോകത്തിന് ഫോളോ ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് മക്കളെ ഇൽമിന്റെ വഴിയിലാക്കണം. പിടിച്ചാൽ കിട്ടുന്ന സമയത്ത് കൊണ്ടേ ആക്കണം. ചിലർ പറയും പറഞ്ഞാൽ കേൾക്കില്ല. പറഞ്ഞാൽ കേൾക്കാത്ത എന്തുകൊണ്ടാണ്? ഓരോ പരിധി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ കേൾക്കൂല. പറഞ്ഞാൽ കേൾക്കരുത് എന്നാണ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്. നിന്റെ വാപ്പി ഇമ്മിയും അവരുടെ താല്പര്യം പൂർത്തിയാക്കിയത് അറിയാതെ നീ ഉണ്ടായതാണെന്നൊക്കെയാണ് ഈ ചെന്നൈമാര് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ എന്തിനാ അവരെ ബഹുമാനിക്കണമെന്നൊക്കെ ചോദിക്കുന്നത്. പാപ്പനെ ബഹുമാനിക്കേണ്ടെന്ന് പരസ്യമായിട്ട് പാപ്പനിമ്മനെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് പ്രത്യേക ഒരു പരിഗണന കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ള ചാനലിൽ കയറി സംസാരിക്കണ വിഡ്ഢികളുള്ള നാട്ടിലാണ് നമ്മളുള്ളത്. നമ്മളെ മക്കളൊക്കെ കേട്ടാൽ എന്താ അവർക്ക് തോന്നൂലേ എന്തിനാ ഈ കാക്കാൻ അനുസരിക്കുന്നത്? അതുകൊണ്ട് അപകടം വരുന്നതിന് മുമ്പ് മക്കളെ ഇൽമിന്റെ വഴിയിലെത്തിച്ചു. അതുകൊണ്ട് ഈ ഇരിക്കുന്ന സദസ്യരോട് മുഴുവൻ, പ്രത്യേകിച്ച് സ്ത്രീകളോട്, മക്കളെ വേഗം അള്ളാഹ് കൊടുത്തേക്ക്. അള്ളാഹു തന്ന മക്കളെ അള്ളാഹ് കൊടുക്കുക. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, ഇത് പറഞ്ഞു നിർത്താം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. എല്ലാ കുട്ടികളും ഇസ്ലാം സ്വീകരിക്കാൻ പറ്റുന്ന ഫിത്രത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഫഅബവാഹു, അവരുടെ മാതാപിതാക്കൾ, യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവരുടെ മാതാപിതാക്കളാണ് അവരെ യഹൂദിയും നസ്രാനിയും മജൂസിയൊക്കെ ആക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നമ്മളെ മക്കളെ യഹൂദി നസ്രാനിയൊക്കെ ആയതിന്റെ കാരണക്കാർ നമ്മളാണ്. അവിടെ ചെറുപ്പത്തിൽ തന്നെ ഇൽമിന്റെ വഴിയിലേക്ക് മദ്രസകളിൽ കൊണ്ട് ചേർക്കുക. ഹാഫിൽ ആവട്ടെ അവർ, ആലിം ആവട്ടെ അവർ, അതിന്റെ പേരിൽ വരുന്ന നഷ്ടമൊക്കെ നമ്മൾ സഹിച്ചോളാം എന്ന് വിചാരിച്ചാൽ മതി. ഒരു നഷ്ടം ഉണ്ടാവില്ല, ഒരു നഷ്ടം ഉണ്ടാവില്ല, ഫുൾ ലാഭം മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കുക. മദ്രസകളോട് പൂർണ്ണമായി സഹകരിക്കുക. എല്ലാവരോടുള്ള അപേക്ഷ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ആലിമാവണം. ഖുർആൻ എല്ലാവരും പഠിക്കണം. മക്കൾ മാത്രം പഠിച്ചാൽ പോരാ, വാപ്പാർക്കും പഠിക്കണം. അതുകൊണ്ട് ഖുർആന്റെ ദർസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി കൂടണം. ഖുർആനിൽ എന്താ പറഞ്ഞത് നമ്മൾ അറിയണം. ഖബറിൽ വെച്ചാൽ ചില സ്ഥലത്തൊക്കെ, ഇവിടെ വടകരയിലൊന്നും അറിയില്ല, ഖബറിന്റെ ആ മീസാകല്ലിൽ കടന്നിട്ട് ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കാണാം. ഇദാ ജാഅക്കൽ മലക്കാനി മുഅക്കലാനിൽ അദീമാൻ അൽഹായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീരിൻ വഅയ്ഖലാക വഅജ്ലസാക വസഅല മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഫഖുൽ ലഹുമാ ബിലിസാനിൻ തലിഖിൻ ബിലാ ജസഇൻ വലാ ഫസഅ, വറക്കാതെ ഉറച്ചു നിന്നിട്ട് മറുപടി പറയണം, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വൽ ഖുർആനു ഇമാമി. ഖബർസ്ഥാനിൽ നല്ല കല്ലൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ തേമ്പി ഇനി ഒരു നിലക്കോ നീച്ചു വരൂല എന്ന് ഉറപ്പായതിനു ശേഷം ഓനോട് പറഞ്ഞു കൊടുക്കേ. ഇങ്ങനെ പറഞ്ഞാൽ മതി. ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇമാമി, എന്റെ ഇമാമ് ഖുർആനായിരുന്നു എന്ന് നീ പറഞ്ഞേണ്ടി എന്ന് പറയണമെന്ന്. ഇവൻ ഖുർആനിൽ എന്തെങ്കിലും ബന്ധപ്പെട്ടേ? ഖുർആൻ എങ്ങനെ ഇമാമാവുക? ഇങ്ങനെ ഓതലാ യാസീൻ ഖുർആനിൽ ഹക്കീം എന്നാ ഖുർആൻ ഇമാമാവോ? എന്താണ് ഈ യാസീൻ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അറിയണ്ടേ? സൂറത്ത് യാസീൻ എത്ര ഗൗരവപരമായ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഡെയിലി ഓതാൻ പറയുന്നത്. അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹു ചോദിക്കുന്നതാണ്, അലം അഹദി ഇലൈക്കും, നിങ്ങളോട് ഞാൻ അറിയിച്ചു തന്നിട്ടില്ലായിരുന്നോ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താൻ ആരാധിക്കരുത്, അവൻ അനുസരിക്കരുത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് നാളെ മഹ്ശറിൽ അല്ലാഹു ചോദിക്കും. അതിനോട് ഇപ്പം തന്നെ പറഞ്ഞിട്ടൊക്കെയാണ്. ഇതൊന്നും നമ്മൾ അറിയില്ല. അതുകൊണ്ട് വയസ്സായ ആൾക്കാരോട് എല്ലാവരോടും പറയണം, ഖുർആൻ നമ്മൾ അർത്ഥസഹിതം പഠിക്കണം. അതിന് ജീവിതത്തിൽ ഒരു മണിക്കൂറെങ്കിലും ചെലവാക്കിയാൽ ഒരു നഷ്ടമില്ല. ഖുർആൻ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകും. ഖുർആൻ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയം വിശാലാവും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഖുർആനിന്റെ സ്ഥാപനങ്ങളെ സ്നേഹിക്കണം. പൈസ ഇവിടെ ചെലവാക്കുന്നുണ്ട്. ഒരു മകളെ കല്യാണത്തിനൊക്കെ എത്ര പൈസ ചെലവാക്കുന്ന ആൾക്കാർ. എന്നാ ഒരു ദീനി സ്ഥാപനത്തിന് ഒരു പൊട്ടമുട്ടും. ദീനി സ്ഥാപനങ്ങൾ വളരട്ടെ. അവിടെ പഠിക്കുന്ന മക്കൾ, അവരുടെ ദുആ ഉണ്ടാവും. അവരുടെ ദുആ, അവരുടെ നന്മ, അവർ രാവിലെ മുതൽ, ഈ മക്കൾ രാവിലെ തഹജ്ജുദിന്, ഇവരെ കൂടെ പഠിക്കുന്ന ഈ കുട്ടികളൊക്കെ രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നുണ്ട്. സമരം എഴുന്നേൽപ്പിക്കും. എന്നിട്ട് തഹജ്ജുദിന്റെ സമയത്ത് ഖുർആൻ ഓതും.
അതിന്റെ ഇടയിൽ ബാങ്ക് ഇക്കാമത്തും കൊടുക്കും, സുബീസ്കേറ്റും കഴിഞ്ഞാൽ പിന്നെ പാഠം കൊടുക്കാൻ, പിന്നെ നാസ്തക്ക് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒഴിവുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും വെല്ലി ഇന്ന് ഖുർആൻ ഓതാൻ, ആവർത്തിച്ച് ഖുർആൻ ഓതാൻ, ഉച്ചക്ക് 1 മണിക്കൂർ ഉറങ്ങാൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതാൻ, പിന്നെ അസറ്റ് മഗ്‌രിബ് വരെയുള്ള ഒരു കൊണ്ട സമയമാണ് അവർക്ക് കുടിക്കാനും നടക്കാനുള്ളത്. ബാക്കി മഗ്‌രിബ് കഴിഞ്ഞാൽ 10 മണി വരെ പിന്നെ ഖുർആൻ. ഇത്ര നിരന്തരമായി മക്കൾ ഖുർആൻ ഓതുന്നത് ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവർക്കല്ല ഇതിന്റെ നന്മ. നമ്മൾ എവിടെക്കോ നമ്മളെ പൈസ ചെലവാക്കുന്നു. അതുകൊണ്ട് സ്ഥാപനങ്ങളെ, ഈ സ്ഥാപനം മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ ആൾക്കാർ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥാപനങ്ങളും ദീനിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ശരിയായ നിലയിൽ ശരീഅത്തിന്റെയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നാളെ മഹ്ശറിലേക്ക് വലിയ വരുമാനവും. എത്ര വരുമാനം നമ്മൾ ആലോചിക്കും. ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളോട് ഇത്തരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അമൽ ചെയ്താൽ ആ അമൽ ചെയ്ത കൂലി ഇബ്രാഹിം ഹാജിക്കും കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കിയാണ് അയാളായിരുന്നു, അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖബറിനെ അല്ലാഹു വിശാലമാക്കുന്നതാണ്. എത്ര ആലിമീങ്ങൾ ഇതേപോലെ പണിയെടുക്കേണ്ട ഇവിടെയൊക്കെ എത്രയോ ആൾക്കാർ ലോകത്തിന് നാനാഭാഗത്തും പണിയെടുക്കാൻ. ഇതിനൊക്കെ കൂലി മൂസ മൗലാനക്ക് കിട്ടും. ഇങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ട് പോവാൻ നമുക്ക് എന്തെങ്കിലും കിട്ടണം ഖബറിലെത്തുമ്പോൾ. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സറിഞ്ഞ് ചെയ്യാനുണ്ടെങ്കിൽ അത് ദീനി സ്ഥാപനങ്ങൾക്കാവണം. കാരണം ഈ കാലഘട്ടത്തിൽ ദീനി സ്ഥാപനങ്ങളൊക്കെ വലിയ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടിരിക്കാൻ വലിയ പ്രയാസത്തിലാണ്. നിലനിൽപ്പിന്റെ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളുടെ നേരെ കണ്ണടക്കരുത്. അള്ളാഹുവിற்கு എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അള്ളാഹുവിന്റെ ദീനിന്റെ വഴി ചെലവാക്കുക. മക്കൾ ഖുർആൻ ഓതട്ടെ, മക്കൾ ശരീഅത്തിന്റെ പഠിക്കട്ടെ. അവരൊക്കെ ലോകത്ത് ചെയ്യുന്ന നന്മയുടെ കൂലി അള്ളാഹ് നമുക്ക് തരും, തീർച്ച. അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളെ സ്നേഹിക്കണം, ഇതിനെ ചേർത്ത് പിടിക്കണം. കുറവുകളും ബലഹീനതകളും എന്തായാലും ഉണ്ടാവും. കാരണം ഇതൊക്കെ മനുഷ്യന്മാരാണല്ലോ ഇതൊക്കെ നടത്തുന്നത്. കുറവുകൾ നോക്കിയിട്ട് ഒരു സംഘത്തിനെ ഒഴിവാക്കാനല്ല, അതിന്റെ കുറവുകൾ പരിഹരിക്കാൻ എത്രത്തോളം പറ്റും അതേ നോക്കാം. നന്മയിലേക്ക് അതിനെ ഒഴിച്ചു ചേർക്കാം. ഈ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കണം. ഈ നാട്ടിൽ ഈ മക്കളെ, നമ്മൾ ചെറിയ മക്കളെ ഖുർആനിന്റെ ഹിഫ്ദിന്റെ അതേപോലെ ഇൽമിന്റെ ദർസിലേക്കും മദ്രസകളിലേക്കൊക്കെ നമ്മളെ മക്കളെ ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ വലിയൊരു ദൃഢനിശ്ചയം ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരെ മക്കളെല്ലാരും പഠിപ്പിക്കാൻ തയ്യാറല്ലേ? ആരൊക്കെ തയ്യാറല്ലോ? ഒന്ന് കൈയൊന്നിക്കോ. മുട്ടൊക്കെ നിർത്തി പൊതിച്ചോടി. ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടാവും എപ്പോഴും. ഞാനിത് കഴിഞ്ഞിറങ്ങിയാൽ ചിലപ്പോൾ എന്നെ ഇവിടുന്ന് പിടിക്കും. സാധാരണ എല്ലായിടത്തുനിന്നൊന്നും പിടിക്കരുത്. ഏതെങ്കിലുമൊക്കെ പാവം ഉണ്ടാവും, അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല. ഓരിതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം. ഒരാളെ നമ്മളെക്കാൾ ഉറപ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, അള്ളാഹു എനിക്കൊരു കുട്ടീനെ തന്നെ ഞാൻ ആയി നോക്കാം. പക്ഷെ കുട്ടികൾ ഉണ്ടായില്ല. ഓരോരു ബേജാറാവും. ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഓരോ കരച്ചിലും സങ്കടമൊക്കെ കാണുമ്പോൾ അമ്പ് സങ്കടം. അവിടെ ഞാൻ തുറന്നു പറഞ്ഞേക്കാം, അങ്ങനെ കുട്ടികളില്ലാത്ത ആരെങ്കിലും ഇല്ല. ഓരോ വലിയ ഭാഗ്യവന്മാരാണ്. ഓരോ ഇതേപോലെ സ്ഥാപനത്തിന് ഒട്ടി നിന്ന് ചേർന്ന് ഇതിനെന്തെങ്കിലും ഉപകാരങ്ങളും നന്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഒക്കെ കൂലി അല്ലാഹു തആല കൊടുക്കും. അതിനൊക്കെ കൂലി. ഇനിയിപ്പോ ഇന്നലെ ഞാൻ ഒരു യാത്രയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഒരാളെ രാത്രി നോക്കി. അയാൾക്ക് കുട്ടികളില്ലേ, ഇതിന്റെ പരിശ്രമമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അടുത്ത സമയത്ത് മരണപ്പെട്ടു. നല്ല പ്രായമായിട്ട് മരിച്ചത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് മഞ്ചേരിയിൽ ഉണ്ടായിരുന്നു. മദ്രസയിൽ വരും, ഞങ്ങളോടൊക്കെ വലിയ ബന്ധമാണ്. എന്നെ പ്രത്യേകിച്ച് ഇഷ്ടമാണ്. കണ്ടില്ലെങ്കിൽ വിളിക്കും, ചോദിക്കും, ചീത്തയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഇങ്ങനെ എന്തോ വർത്താനം പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ കാര്യം എന്താ പറഞ്ഞു എനിക്ക് ഇഷ്ടംപോലെ കുട്ടികൾ എന്തൊരു വേറെ ആൾ പറഞ്ഞാ ഇതൊക്കെ എൻ്റെ മോനാണ് എന്നെ കാണിച്ചിട്ട്. പിന്നെ അദ്ദേഹം ജീവിതകാലത്ത് മോനെ പോലെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാനും എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഞാൻ അദ്ദേഹം മരിച്ച സമയത്ത് ഞാൻ വേറെ തന്നെ ഓടിച്ചാടി കരച്ചു വന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആഗ്രഹമായിരുന്നു നമ്മളൊക്കെ കൂടെ നിൽക്കുന്നത്. ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള മക്കൾ. അതുകൊണ്ട് നല്ല മദ്രസ, എൻ്റെ മക്കളുടെ മദ്രസയിൽ ഒരാളുണ്ടായിരുന്നു. വൈകുന്നേരം അദ്ദേഹം മദ്രസയിൽ കേൾക്കാനാളുണ്ടാവും പള്ളി. അദ്ദേഹം ജവാനൊന്നും പോയാളല്ല, ഞങ്ങൾ ജവാനൊന്നും പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം പള്ളിയിൽ ഒരു കസര കിട്ടും. ഈ ചെറിയ കുട്ടികളുണ്ട്, അവിടെ ഇങ്ങനെ പന്തലിക്കുന്ന, അവിടെ ഇങ്ങനെ കളിക്കുന്ന, അവിടെ ഇങ്ങനെ ചാടുന്നു, ഓടുന്നു. അതുപോലെ കൂടെ ഇങ്ങനെ നിൽക്കും. ഇടയ്ക്ക് ഉത്സവങ്ങളുടെ തിന്നാൻ പറ്റി വെച്ച് പിന്നെ മറ്റേ ജിലേബി കൊടുക്കട്ടെ, ഞങ്ങൾക്ക് ഐസ്ക്രീം കൊടുക്കട്ടെ. മൊത്തം പണിയാണ്. ഇവർക്ക് അറിയാം, ഒരു ഐസ്ക്രീം കൊടുക്കാം. അടുത്ത സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അവിടുന്ന് പഠിച്ചു പോയി വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ആയിരുന്നു. ഓരൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് പറയും, ഞങ്ങൾ എപ്പോഴും അവർക്ക് വാച്ച് ഓരൊക്കെ നിങ്ങളെ മക്കളായിട്ട് കണ്ടുവരാം. അവിടുന്ന് ഈ മൺപവലിലെ അനുവാദത്തിൽ കുറെ കുട്ടികളുണ്ടാവും.
കുട്ടികൾ ഓരോ നിങ്ങളെ കുട്ടികളെന്നാണ് വിചാരിച്ചാൽ പിന്നെ ചില ആൾക്കാർ ഇതിലുണ്ടാവും ഓരോ മക്കളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മലപ്പുറത്തൊക്കെ പറയുന്നത് അടക്കാവുന്ന സമയത്ത് മടിയിൽ വെക്കാൻ പറ്റും, കഴുങ്ങായാൽ വെക്കാൻ പറ്റില്ല. ഞാൻ സാധാരണ പറയുന്നത് കഴുങ്ങായി വെച്ച് കുഴപ്പമൊന്നുമില്ല, ആ കഴുകുമ്പോൾ അടക്കണ്ടാവും, മനസ്സിലായില്ലേ? അതിനെടുത്തിട്ട് കൊണ്ടുവച്ച് വെക്കാം. അല്ലേ? പേരക്കുട്ടികളുണ്ടാവും, പഴതാ ഇവൻ എനിക്ക് തന്നാൽ, ഇവന്റെ എല്ലാ ചെലവും ഞാൻ എടുത്താൽ ഇവൻ എനിക്ക് തന്നതാണ്. നമ്മളെ ഹൃദയിലേക്ക് ഒരു കുട്ടീനെ വില്ലാമോ, അതേ ഒരു മകനെ ആഫതാക്കിയാണ്, അവനൊരു ആക്സിഡന്റിൽ മരിച്ചു. അപ്പൊ അയാൾ പിന്നെ അയാൾ പേരക്കുട്ടിനെ കൊണ്ടു, എനിക്ക് എന്തായാലും ഒരാളുമാണല്ലോ, ഞാൻ ഒരു വാപ്പനോട് പറഞ്ഞു ഇവനെ ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൊ പേരക്കുട്ടികളുണ്ടാവും, ഉറക്കെ കൊണ്ടുപോയി വാപ്പാടൊന്ന് സ്ട്രോങ് ആയാലും പേരക്കുട്ടികൾക്ക് കൊടുത്തു. വെല്ലുവിളി വൈരാഗ്യത്തോടെ കൂടി സ്ട്രോങ് ആയില്ല, ഞങ്ങൾക്ക് എന്തായാലും ഒരാൾ വേണം, നിങ്ങളെ ഏതായാലും നിങ്ങളെ കാര്യം ഞങ്ങൾക്ക് ഒരാളുമാണ്. എല്ലാവരും കൂടെ ചേർത്തില്ലേ? അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഈ മദ്രസനെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ദുആയിൽ ഉണ്ടാവണം, ഇടയ്ക്കിടയ്ക്ക് വരണം, ഉസ്താദ്മാരെ കാണണം, കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതവർക്ക് സന്തോഷം, മദ്രസയ്ക്ക് വരലെന്നെ സന്തോഷം. അള്ളാഹു തആല